കേരളത്തിലെ ശ്രദ്ധേയനായ ഫാഷൻ ഇൻഡസ്ട്രിയിലെ ഫാഷൻ കൊറിയോഗ്രാഫറും മോഡൽ ട്രെയിനറും മെന്ററുമായിട്ടുള്ള അമീൻ റഷീദാണ് നമ്മുടെ ഉള്ളത്. എൻ്റെ ഒരു അമീൻ റഷീദ് എന്നാണ്. ഞാനാണ് ഇവിടുത്തെ കൊറിയോഗ്രാഫർ. എങ്ങനെയാണ് അമീൻ ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ എത്തുന്നത്? ഫാഷൻ ഇൻഡസ്ട്രിയിൽ എത്തുന്നത് നോർമലി എല്ലാവരും പറയും നമുക്ക് ഫാഷൻ ടി വി തന്നെയാണ്. ഞാൻ എവിടെ പോയാണ് ഇത് പഠിച്ചത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. നെട്ടൂരാനോടാണോടോ? നെട്ടൂരാനോ? എൻ്റെ ദൈവം വേറെ വല്ലതും ഉണ്ടോ? ഫാഷൻ എന്നുള്ളത് കൊണ്ടാണല്ലോ ക്ലോത്തിങ് ആണെങ്കിലും ശരി, ആക്സസറീസ് ആണെങ്കിലും ശരി, ജുവലേഴ്സ് ഒക്കെ ബിസിനസ് ഉണ്ടാവുന്നത്. ചോറിന് അന്നേരം കാർട്ടൂൺ ഇട്ട് കാണിച്ചു കൊടുക്കും. ഫാഷൻ ഷോ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഒരു പത്രത്തിൽ ന്യൂസ് വരിക, അല്ലെങ്കിൽ ഒരു ചാനൽ ഇൻ്റർവ്യൂ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൽ ഒരു വർക്ക് കൊടുക്കുക, ഒരു മൂവിയിൽ ഒരു അവസരം കൊടുക്കുക, ഒന്നുമില്ല. പറ്റിച്ചുകൊണ്ടിരിക്കണം പല ആളുകളും ഇവിടെ. ഒരുത്തൻ നടന്ന സൈഡിൽ കൂടെ വന്നിട്ട് ഫോൺ തട്ടി താഴെ ഇട്ടിട്ട് 1 by 1 ആയിട്ട് തല്ലാൻ തുടങ്ങി. കൃത്യം 3-ാമത് ദിവസം വീഡിയോ വരുന്നു. ഞാൻ ആ കുട്ടീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ കുട്ടി ആകപ്പാടെ 2022 നേരിട്ട് കണ്ട ലൈവ് ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല, സംസാരിച്ചില്ല. അപ്പോൾ ആ കുട്ടിയുടെ ചോദ്യം എങ്ങനെയാണ് പിന്നെ മീൻസ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്? ആ വിഷമം അങ്ങ് വാശിയായി. അതൊരു വല്ലാത്തൊരു ധൈര്യമായി. കേൾക്കാൻ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. ലീഗലി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസിൻ്റെ സ്ട്രെങ്ത് വെച്ച്, ഇവിടുത്തെ നിയമം വെച്ചിട്ട് ഒന്നും അവരെ ചെയ്യാൻ പറ്റില്ല. 10 പേരുടെ മുന്നിൽ ഇവരെ എത്തിക്കാതെ മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ. അതിന് ദൈവം സഹായിച്ച് നമുക്കൊരു ഫോളോവേഴ്സ് ഉണ്ട്. മിതേര എന്ന് പറയുന്ന എൻ്റെ ഒരു ബ്രാൻഡിനെ മൾട്ടിപ്പിൾ ബിസിനസ്സിൽ കൂടെ ആക്കി വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഫേമാക്കുക, ഒരു ബിസിനസ് മാനാകുക, ഒരു എൻ്റർപ്രനർ ആവുക എന്നൊക്കെയാണ്. അറ്റ് ദ എൻഡ് ഒരു ആർട്ടിസ്റ്റാണ് ഏറ്റവും കൂടുതൽ, ഒരു ആക്ടറായിട്ട് അറിയപ്പെടാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഹലോ everybody, this is Meenakshi Ashokan and you are watching a brand new episode of Brand Yatra. കേരളത്തിലെ ശ്രദ്ധേയനായ ഫാഷൻ ഇൻഡസ്ട്രിയിലെ ഫാഷൻ കൊറിയോഗ്രാഫറും മോഡൽ ട്രെയിനറും മെന്ററുമായിട്ടുള്ള അമീൻ റഷീദാണ് നമ്മുടെ ഉള്ളത്. ഹായ് അമീൻ, വെൽക്കം ടു ദി ഷോ. അറിയില്ല അമീൻ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഒരുപാട് നല്ല വിശേഷങ്ങൾ വരുന്നു. ഇതൊരു വിശേഷമാണ്. ഇന്റർവ്യൂ അങ്ങനെ ഒരുപാട് കുട്ടികൾ, സ്റ്റുഡൻസ്, വർക്കുകൾ, അങ്ങനെയായിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ ഇപ്പം സഫലമായി കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് അമീൻ ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ എത്തുന്നത്? ഫാഷൻ ഇൻഡസ്ട്രിയിൽ എത്തുന്നത് നോർമലി എല്ലാവരും പറയും നമുക്ക് ഫാഷൻ ടി വി തന്നെയാണ്. അപ്പം നമ്മൾ പണ്ടുള്ള ആളുകൾ ഫാഷൻ ടി വിസ് ആയിരുന്നല്ലോ കൂടുതൽ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് എനിക്ക് അതിനോട് കുറച്ച് താല്പര്യം തോന്നി. അപ്പം ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം പോലെ തന്നെ ഫേസ്ബുക്ക് ആക്റ്റീവ് വരുന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ചെറിയ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നടന്ന് DSLR ഒക്കെ 200-300 രൂപ വാടകയ്ക്ക് എടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ അത് എടുക്കുന്നത്. ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടില്ല, ബട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്, അത്യാവശ്യം ഇഷ്ടമുള്ള കൂടുതലായിരുന്നു. അപ്പം ഞാനങ്ങനെ ഒരു +1 +2 ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന സമയത്താണ്, +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മോഡലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഫോട്ടോഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മെസ്സേജ്. ഞാനപ്പോൾ അന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തത്. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഫഷണൽ ഷൂട്ട്. ഒരു ട്രഡീഷണൽ വെയർ ആയിരുന്നു. അതിനുശേഷം അന്ന് ഇവിടെ ഞാൻ കേരളത്തിലൊരു അത്യാവശ്യം വലിയൊരു മോഡലിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്തു, ഒരു മോഡലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്ത് ടു ബി ഫ്രാങ്ക് എല്ലാവർക്കും നമുക്ക് കുറച്ച് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് ഒരു കമ്പനി, ഒരു ഫ്രണ്ട് നടത്തുന്ന കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് ഞാൻ മോഡലായിട്ട് പോകുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് എനിക്കൊരു പ്രൊഫഷണൽ സൈഡിലേക്ക് പോകാൻ. ഓക്കെ, അതായത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരു 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു 2000 രൂപ തിരിച്ച് കിട്ടണമല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടണം. അങ്ങനെ ഞാൻ നോക്കിയപ്പം പ്രൊഫഷണലി ഒരു റൺവേ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനറിന്റെ കോസ്റ്റ്യൂം യൂസ് ചെയ്തുകൊണ്ട് റാമ്പിൽ ആ ഡിസൈനറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന മോഡലിനാണ് റൺവേ മോഡൽ എന്ന് പറയാം. ആ മോഡൽ ആവാൻ എനിക്ക് ഹൈറ്റ് ഇല്ല, ആ ക്വാളിറ്റി ഇല്ല. എനിക്ക് 5'8" ആണ്. റൺവേ മോഡൽസ് പ്രൊഫഷണലി വേണ്ടത് 5'11" ആണ് ബോയ്സിന്. ഗേൾസിന് വേണ്ടത് 5'8". അപ്പൊ ഞാൻ നോക്കിയപ്പം ഒരെണ്ണത്തിൽ മോഡലിംഗിൽ 15 മുതൽ 17 കാറ്റഗറി ഉണ്ട്. അപ്പം 17 കാറ്റഗറിയിൽ ഒരു കാറ്റഗറി പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മോഡലിംഗ് നിർത്തേണ്ട ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നോക്കിയപ്പോൾ കാണാം നമുക്ക് വേറെ കാറ്റഗറി നോക്കാം. അങ്ങനെയാണ് കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് പോയത്. അതിന് കൂടുതൽ മോഡലിംഗ് റാമ്പ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് തന്നെ കൊറിയോഗ്രാഫി മെല്ലെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. കൊറിയോഗ്രാഫി എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒരുപാട്. ഇപ്പം ആ സമയത്ത് കൊറിയോഗ്രാഫി ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൊറിയോഗ്രാഫി ചെയ്തു തുടങ്ങിയപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊരു മാർക്കറ്റ് ആവാൻ ഭയങ്കര ടൈം എടുക്കും. അങ്ങനെയാണ് ഞാൻ ഗേൾസിന്റെ വാക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത്, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നത്. വെറും വാക്ക് മാത്രമല്ല, മൾട്ടിപ്പിൾ സ്റ്റൈൽസ് പഠിക്കുന്നതും ബോഡി ഫ്ലെക്സ് ചെയ്യാൻ പഠിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് കൂടി ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് ഫുൾ ടൈം ഇതിന്റെ അകത്തേക്ക് മാറി. ഫാമിലി ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നോ? ഫാമിലി പണ്ട് മുതലേ സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ ഒരു സ്റ്റേജ് എത്തിയപ്പം എല്ലാവരും പറയുന്ന കണക്ക് തന്നെ
വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഫസ്റ്റ് മക്കളോട് ചോദിക്കുമല്ലോ, നീ ഇങ്ങനെ നടന്നാൽ മതി, പൈസ വേണ്ട. ഒബ്വിയസ്ലി എത്ര താല്പര്യമുള്ളവരാണെങ്കിലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളോട് അങ്ങനെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ എന്നാലും നാളെ ഒരു ദിവസം ഇങ്ങനെ നമുക്കൊരു ഇപ്പൊ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പറയുന്ന 10 പേര് അറിയുന്ന ഒരു വ്യക്തി ആവുന്ന ഒരു കോൺഫിഡൻറ്റോടെ പോയി സ്റ്റിൽ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് വീട്ടുകാരെ ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് വീട്ടുകാർ ഈ പറയുന്ന നമുക്ക് മെന്റലി ഭയങ്കര സപ്പോർട്ടാണ്. അവരെ കൊണ്ട് ഈ പറയുന്ന നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മെന്റലി നീ ചെയ്യ്. പക്ഷെ അത് ഭയങ്കര സാധാ നോർമൽ ഫാമിലിയിൽ നിന്നും നമുക്ക് അങ്ങനെ ഒരു ഫീൽഡ് ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ ഈ ഫീൽഡൊന്നും അധികം ആരും സപ്പോർട്ട് ചെയ്യാത്തൊരു സമയമാണ്. അപ്പൊ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഫാമിലി എന്താ പറയാ, പെൺകുട്ടിയായിട്ട് വർക്ക് ചെയ്യുന്നു, ആൺകുട്ടിയായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ കൂടുതലും പെൺകുട്ടി എന്ന ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിട്ട് വർക്ക് ചെയ്യുന്ന വീഡിയോസ് ആണ് ഒട്ടുമിക്ക ആളുകളിലേക്ക് എത്തുക. ഒരു ആൺകുട്ടി ഒരു പോസിറ്റീവ് സൈഡ് ആരും കാണില്ല, നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാണും. ഇങ്ങനെയുള്ള ഒരുപാട് സമയത്ത് നാട്ടിലേക്ക് ചോദ്യം ഉണ്ടായ സമയത്ത് അത് അവന്റെ കഴിവാണ്, അതിനെ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തവരാണ് എന്റെ പേരൻസ്. അതിനെന്തായാലും പേരൻസിന്റെ സൈഡിൽ നിന്നും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അങ്ങനെ നടന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ വൈറലാകുമ്പോഴും ആ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോഴും സൊസൈറ്റിയിൽ നിന്നിട്ട് എങ്ങനെയായിരുന്നു റിലേറ്റീവ് സൊസൈറ്റി ഇവരിന്നൊക്കെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു? ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് ഞാൻ അതൊരു നെഗറ്റീവിലേക്ക് പോകും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നീ പറഞ്ഞ കണക്ക് നമുക്കിപ്പം ഈ ഇൻഡസ്ട്രിയിൽ പല ആളുകൾക്കും ഈ ലേഡീസ് വർക്ക് ചെയ്യാറുണ്ട്. അത് പലരും കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചരായിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന നമുക്ക് ഒരു വേറെ എന്തെങ്കിലും സെക്ഷുവാലിറ്റി വേറെ എന്തെങ്കിലും ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം ഒരു ബോയ് വാക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഫെമിൻ ടച്ച് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്റെ പേരൻസ് എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ മുതൽ ഞാൻ എങ്ങനെ നടക്കുന്ന ഒരാളാണ്, ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ എങ്ങനെ ഒരാളാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിനെ എന്റെ ടാലന്റ് ആയിട്ട് സ്റ്റിൽ ഇതുവരെ എന്റെ പേരൻസ് കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്റെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും. ബിക്കോസ് അവർക്കറിയാം ഞാൻ എങ്ങനെ നടന്ന ഒരാളാണ്. അപ്പം സ്റ്റിൽ ഒരു സുപ്രഭാതം നമ്മൾ എന്തായാലും മാറാൻ പോണില്ലല്ലോ. ഇതിന്റെ ടാലന്റ് ആയിട്ട് തന്നെയാണ് സ്റ്റിൽ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആകെ ഒരു വിഷമമുള്ള കാര്യം എന്ന് വെച്ചാല് ഈ ഫീൽഡിൽ മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്ന ചില സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ലോക്ക് പൊട്ടിച്ച് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് വന്ന് ഇതല്ല ഫാഷൻ, അല്ലെ ഇതല്ല വാക്ക്, മൾട്ടിപ്പിൾ സ്റ്റൈൽസ് ഉണ്ട്, ഇതിനെ ഇങ്ങനെ വാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നും കിട്ടുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വലിയൊരു വിഷയം. ഇൻഡസ്ട്രിയിൽ അപ്പൊ ഗ്രൂപ്പിസം ഉണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഈ പറയുന്ന ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ നിങ്ങൾ തന്നെ ഇപ്പൊ ഒരു ചാനൽ നടത്തുന്ന ആളുകൾ, ചാനലിന്റെ ഒരു ട്രാക്ക് മുന്നേ തന്നെ ഇതാക്കി വെച്ചിരിക്കുന്ന ഒരു സീനിയർ ചാനൽസ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും നമ്മളത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയും ഇന്റർവ്യൂ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും പോഡ്കാസ്റ്റ് എടുക്കാം എന്ന് പറയുന്ന സമയത്ത് അവരുടെ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി താഴും. അതാണ് ഇവിടെയും സംഭവിച്ചത്. പിന്നെ പറഞ്ഞ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരേപോലെ ട്രെയിൻ ചെയ്യുന്ന ഒരു ബോയ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മെൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് വന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, ഇത്രയും നാളും ഇവർ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റൈല്, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ക്യാറ്റ് വാക്ക് എന്ന് പറയുന്നതും പേജന്റ് വാക്ക് എന്ന് പറയുന്നതും രണ്ടാണ്. ക്യാറ്റ് വാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു റാമ്പിൽ യൂസ് ചെയ്യാം, അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനർ വേറെ അങ്ങനെ നോർമലിയൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ പേജന്റ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ആണ്. അതിൽ എൻ്റെ ഒരു കുട്ടീൻ്റെ ഒരു വിന്നറിനെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന വാക്കാണ് പേജന്റ് വാക്ക്. അപ്പൊ ക്യാറ്റ് വാക്കിന്റെ ഒരു ഡിഫറൻസും ഡിസൈനർ വാക്കിന്റെ ഡിഫറൻസും പേജന്റ് വാക്കിന്റെ ഡിഫറൻസും ഒന്നും ഇവിടെ ആർക്കും അറിഞ്ഞില്ല. ഒറ്റ ഒന്നുകൊണ്ട് മൾട്ടിപ്പിൾ പർപ്പസ് ആയിരുന്നു ഇവിടെ. അപ്പം ഇത് ഇങ്ങനെയല്ല, പല വാക്കും ഈ സ്റ്റൈലാണ്, ഇതിനെ ഈ ഇന്ന പ്ലാറ്റ്ഫോംസിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു വ്യക്തി വന്നപ്പോൾ ആ ഗ്രൂപ്പുകളെല്ലാം കൂടി നടക്കും നമ്മുടെ. യെസ്, ഓഫ് കോഴ്സ്. ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അക്കാഡമി ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫിനാൻഷ്യലി നമ്മൾ ഗുഡ് ആയിരിക്കണം, നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. സ്റ്റുഡൻസ് വരുമോ ഒന്നും ഉറപ്പുണ്ടായിരുന്നോ? എങ്ങനെയാണ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അക്കാഡമിയുടെ പേര് മിതേര എന്നാണ്. ഞാനിത് തുടങ്ങുന്നത് 2022-ലാണ്. അന്ന് എൻ്റെ അക്കാഡമിയുടെ പേര് മിതേര ക്രിയേറ്റീവ് എന്നായിരുന്നു. അപ്പൊ ഞാനിത് ഒരിക്കലും ഒരു അക്കാഡമി എന്ന് മാത്രം ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോഴും എൻ്റെ ലൈസൻസ് എടുത്ത് നോക്കിക്കാണാം, എൻ്റെ ഹോസ്പിറ്റലുണ്ട്, ഇവന്റ് മാനേജ് കമ്പനി ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ആൻഡ് മൾട്ടിപ്പിൾ ഒരു ബ്രാൻഡ്, ക്ലോത്തിങ് ബ്രാൻഡ്, എല്ലാത്തിനും വേണ്ടി ഒരു മൾട്ടിപ്പിൾ പർപ്പസ്, എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഒരു ബ്രാൻഡ് നെയിം ഇട്ടിരുന്നത്. കാരണം നാളെ ഒരു ദിവസം ഇപ്പൊ കോവിഡ് വന്ന സമയങ്ങളിൽ ആൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന സമയത്ത് ഏറ്റവും കൂടുതലും എന്താ പറയുക ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആളുകളാണ് ഹോസ്പിറ്റൽ സൈഡും, അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ, യൂട്യൂബ് ക്രിയേറ്റേഴ്സും. അപ്പൊ ഞാൻ നോക്കിയിരുന്ന ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ഇരുന്നിട്ടാണെങ്കിലും ശരി എനിക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ 10 പേര് അറിയണം എന്ന് ആഗ്രഹമുള്ളതാണ്. ഞാൻ അന്ന് 2022 തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പം പിന്നെ ഞാൻ മെല്ലെ എനിക്കൊരു ജുവലേഴ്സ് ഉണ്ട്, ഒരു ആന്റിക് ജുവലേഴ്സിന്റെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്ലോത്തിങ് ബ്രാൻഡ് ഒക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമാണ്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇതിനുള്ള ടൈം കിട്ടാറില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ
ട്രാവൽ ചെയ്ത് എനിക്കിപ്പോൾ അക്കാഡമി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 months ആയിട്ടുണ്ടാവുള്ളൂ, 5-6 months ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ മിതേര ക്രിയേറ്റീവ് എന്നുള്ളത് LLP കമ്പനിയിലേക്ക് മാറ്റി മിതേര എന്നുള്ളതിലാക്കി. മിതേര LLPയുടെ ഒരു ബ്രാൻഡാണ് മിതേര ഫാഷൻ അക്കാഡമി ആൻഡ് മിതേര ജുവൽസ് ഉണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ 5 മാസം ഒരുപാട് നാളത്തെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂടെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് ഇവിടുത്തെ ഒരു പാറ്റേൺ കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും പല ഫാഷൻ ഷോ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോയ്ക്ക് പോയ സമയത്ത് പോലും റൺവേയിൽ വാക്ക് ചെയ്യേണ്ട ഒരു വാക്കല്ല പല ആളുകളും വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വാക്കിംഗ് സ്റ്റൈലേ എല്ലാവർക്കും അറിയുള്ളൂ. അതിനെ യൂസ് ചെയ്തുകൊണ്ടാണ് പല പ്ലാറ്റ്ഫോമിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പ്രൊഫഷണൽ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് കൺട്രി, ഇപ്പം പാരീസ് പോലുള്ള കൺട്രീസിലൊക്കെ ഉള്ള ആളുകളാണ് ഇവിടുത്തെ വീഡിയോ കാണുന്നതിനെ പറയും ഇത് എന്ത് ഇൻഡസ്ട്രി ആണെന്ന് പറയും ഇവിടെ ഉള്ളത്. ബിക്കോസ് ഒറ്റ സ്റ്റൈൽ വെച്ചുകൊണ്ട് എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ ഒരു കോസ്റ്റ്യൂം ഇട്ടുണ്ടോ, ഒരു കാഷ്വൽസ് ഇടുന്നു. കാഷ്വൽ ഇവിടെ എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്ക് പോകുമ്പോൾ കാഷ്വൽ ഇട്ടുണ്ടാൻ പറ്റില്ല, പാർട്ടി വരെ തന്നെ ഇടണം. ഓക്കെ, സ്കൂളിൽ പോകുമ്പോൾ സമയത്ത് ഒരു കാഷ്വൽ ഇട്ടുകൊണ്ട് ഒരിക്കലും അവിടുത്തെ യൂണിഫോം തന്നെ ഇടണം. അതിന് ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ ആവട്ടെ, വാക്കിംഗ് സ്റ്റൈൽ ആവട്ടെ, അല്ലെങ്കിൽ പോസ്റ്റർ ആവട്ടെ. ഒരു ചെയറിലിരുന്ന് പോസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും നമുക്ക് നിന്നോണ്ട് പോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവരാരും ഇത് മനസ്സിലാക്കണില്ല. അപ്പൊ അതെനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരും, പല ആളുകളെയും ഞാൻ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സ്റ്റുഡൻസ് ഇത്രയും വരുമെന്നോ ഈ ഷോർട്ട് ടൈം കൊണ്ട് ഇത്രയും ക്ലിക്ക് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പം അത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഈ സ്റ്റുഡൻസിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റുഡൻസിനെ കുറിച്ചുള്ള ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കുറച്ച് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാനാണെങ്കിൽ? സ്റ്റുഡൻസ് എന്ന് പറയുന്നില്ല, കേരളത്തിലുള്ള ആളുകൾ അങ്ങനെ തന്നെ പറയും. ഞാൻ വന്നതിന് ശേഷമാണോ അല്ലെങ്കിൽ അതിന് വരുന്നതിന് മുന്നേ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഇങ്ങനെ ആളില്ലാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല. ബിക്കോസ് ഞാനും പല ആലോചിച്ചു, എനിക്ക് ഇത്രയും ഒരു കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടായിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഈ കാര്യങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് പ്രൊഫഷണൽ ആയാലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ഇന്ത്യയിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് കാറ്റ് വാക്ക് പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി ആയിട്ടോ കോളേജ് ആയിട്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടോ നമ്മളെ പോലുള്ള ആളുകൾ, പാഷനായിട്ടുള്ള ആളുകൾ വന്ന് ഇതിനെ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് കണ്ടു പഠിച്ച് വന്നവർ ഇങ്ങനത്തെ അക്കാഡമി അല്ലെങ്കിൽ അവർക്ക് പേഴ്സണൽ ട്രെയിൻ കൊടുക്കുന്ന അല്ലാത്ത പക്ഷം ഒരു സർട്ടിഫൈഡ് ഒരു അക്കാഡമിയോ കോളേജോ ആയിട്ട് ഞാൻ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ നമുക്ക് ഡിസൈനിങ്ങിനാണ് ഒരുപാട് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം കുട്ടികളും അതിനായിരിക്കും ചിന്തിക്കണം. അപ്പൊ നമ്മൾ വന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈയിൽ ഗ്രൂമിംഗ് സെക്ഷൻ നമ്മുടെ അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു കമ്പനിയുമായിട്ട് ഏജൻസിയായിട്ട് ടൈപ്പ് ചെയ്യാമെന്ന് ചോദിച്ച സമയത്ത് പറയാം, അവിടെ ഉള്ള കുട്ടികൾ ഒരു 1500 rupees എന്ന് പറഞ്ഞാൽ പോലും എന്തിനാണ് ട്രെയിനിങ്ങിന് 1500 rupees കൊടുക്കുന്നത് എന്ന് ചോദ്യമായിട്ട് അവരുടെ അടുത്ത് വരുന്നുണ്ടെന്ന്. ആ കണക്കിന് ഇവിടെ നോക്കുന്ന സമയത്ത് 1500 rupees ആണെങ്കിലും 2500 ആണെങ്കിലും 10,000 rupees ചോദിച്ചാലും ട്രെയിനിങ് ആണ്, എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം, മൾട്ടിപ്പിൾ സ്റ്റൈൽ പഠിക്കണം എന്നുള്ള മെന്റാലിറ്റി ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ഞാൻ ചെയ്യുന്നതിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നിന്നും റിട്ടേൺ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആ ചെയ്യുന്ന കാര്യം ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഇവിടുത്തെ ആളുകൾക്കുണ്ട്. അത് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൻ്റെ എല്ലാ കുട്ടികൾക്കും, എനിക്കിപ്പം 2.5 വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ അക്കാഡമിയിലെ ഏറ്റവും ചെറിയ കുട്ടി. ഏറ്റവും പ്രായമുള്ള ആള് 84 വയസ്സുള്ള ചേട്ടനാണ്, എക്സ് ആർമി ആയിരുന്നു ചേട്ടൻ. എനിക്ക് ഈ 2.5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ശരി, 84 വയസ്സുള്ള ആളാണെങ്കിലും ശരി, ഞാൻ കണ്ടതിൽ എന്താ വെച്ചാൽ അവർക്ക് ആ കോൺഫിഡൻസ്, ഓക്കെ, ആ താല്പര്യം, അവരുടെ പാഷനെ ഇത്ര ഏജ് ആയാലും ശരി ഞാൻ ചെയ്യും, എനിക്ക് ഇത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അമ്മീന് ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന് ഇത്ര പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ റെഡി ആവുന്നില്ല. ഞാൻ അവിടെ കണ്ടത് അവരെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലെ ഒറ്റ ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ ഒരിക്കലും നമ്മൾ റെഡി ആവില്ല. നമുക്ക് പോകെ നിങ്ങളെ കോൺഫിഡൻസ് വിടണ്ട, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആൻഡ് പിന്നെ നമുക്ക് പറയാൻ എൻ്റെ അക്കാഡമിയിലെ എല്ലാവരും ടാലന്റഡ് ആണ്. എനിക്ക് ഒരാളെ എടുത്ത് പറയാൻ ഒരിക്കലും പറ്റില്ല. ബിക്കോസ് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ, നിങ്ങൾ നമ്മുടെ വീഡിയോസ് എടുത്ത് കാണുന്ന മനസ്സിലാവും, എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പേരൻസിന്റെ ഭാഗത്താണ്, സ്റ്റുഡൻസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പേരൻസ് ആണ് സപ്പോർട്ടീവ് ചെയ്യണം. എന്ത് പ്രശ്നം വന്നാലും ശരി അത് ഫേസ് ചെയ്യണം, നമ്മളെല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്ന അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. അങ്ങനെ എടുത്ത് പറയാനായിട്ട് എല്ലാവരും ടാലന്റഡ് ആണ്. അതെ. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഫാഷൻ കരിയർ അല്ലെങ്കിൽ മോഡലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പോഴും അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതോ എന്താണ് അതിനെ കുറിച്ചിട്ട് അമീൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഇതിപ്പം പണ്ടായാലും ശരി ഇപ്പോഴാണെങ്കിലും ശരി, എന്താ പറയാ, ഒരാളുകളെ അവന്റെ പ്രൊഫഷനായിട്ട് ഇവിടെ ആരും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ഇതിനു മുന്നേ പലരും എൻ്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവിന് വിളിച്ച സമയത്ത് ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്,
ഞാൻ എവിടെ പോയാണ് ഇത് പഠിച്ചത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു. ഞാൻ അവരോട് മുന്നേ പറഞ്ഞോണക്ക് തന്നെ ഇതിനൊരു കോളേജോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ നിങ്ങളൊരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾ ഒരു ഫോൺ നോക്കിയോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയോ എവിടെയെങ്കിലും ഡാൻസ് പഠിച്ചു നോക്കട്ടെ, ഡ്രോയിങ് പഠിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടിപ്പിൾ ടാലൻസ് ഇടാം, അതിനെ അവർ ഭയങ്കര ടാലന്റഡ് ആണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ പോലെ ഒരു ക്യാറ്റ് വാക്ക് ചെയ്യും, ഒരു ബോയ് എന്നെ ക്യാറ്റ് വാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ റാം വാക്ക് ചെയ്യുന്നു, ഇങ്ങനെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ആൺകുട്ടി, അതിനൊരിക്കലും ടാലന്റ് ആയിട്ട് ഇവിടെയുള്ള പല ആളുകളും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും ടാലന്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ചില ടാലൻസ് മാത്രം ഇന്റർവ്യൂവിന് വിളിക്കുന്നത്? അപ്പൊ തന്നെ ആലോചിക്കുക, അവര് ഇവിടെയുള്ള ഒരാളെന്ന് മാത്രമല്ല 100-ൽ 90% ആളുകളും ഇപ്പോഴും ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പല സ്ഥലങ്ങളിലും അല്ലെ പല എൻ്റെ അക്കാഡമിയിലെ പല സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് കേട്ടുള്ള, ചേട്ടാ എൻ്റെ അടുത്ത് പല ആളുകളും ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, എനിക്കിത് പറയാനൊരു മടി. ഇപ്പൊ എവിടെയെങ്കിലും ഒരു കുട്ടി പോകുന്നു, എന്താണ് മോളെ ജോലി അല്ലെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ മോഡലായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ അപ്പ് ഓടും. ഓക്കെ, ഈ കുട്ടീനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്താൽ ഒന്ന് ചോദിച്ചു. അതിന് ഏജ് പോലും നോക്കാറില്ല പല ആളുകളും. ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ സംഭവം, എൻ്റെ ഒരു ഫ്രണ്ട് എന്നും പറയാം, അതുകൊണ്ട് നമ്മുടെ അക്കാഡമിയിലെ സ്റ്റുഡൻ്റ് എന്നും പറയാം. കുട്ടി എന്നെ വിളിച്ചിട്ട് ഒരു ഏകദേശം ഒരു 10-11 മണിയോളം ആയിട്ടുണ്ടാവും നൈറ്റ്. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എനിക്കിത് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഫസ്റ്റ് വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ ഞാൻ ആ മെസ്സേജ് കണ്ടിട്ട് എനിക്ക് റോങ് ആയിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് എങ്ങനെ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല. ആൾക്ക് 18 വയസ്സായിട്ടുള്ളൂ, 18 വയസ്സ് കഴിഞ്ഞ് കുറച്ചായിട്ടുള്ളൂ. അപ്പം ഒരു ഇൻഫ്ലുവൻസർ, അറൗണ്ട് അത്യാവശ്യം വ്യൂസും ഫോളോവേഴ്സും ഒക്കെ ഉള്ളൊരു ഇൻഫ്ലുവൻസർ ആള് കൊച്ചിയിലേക്ക് വന്ന സമയത്ത് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി മോഡലാണ് എന്നറിഞ്ഞിട്ടാണ് കൂടുതൽ ആളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. നോർമൽ ഒരു പേഴ്സൺ ആണെങ്കിൽ ഒരിക്കലും ഇതാവില്ല. കാരണം മുന്നേ പറഞ്ഞ മോഡലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനും വില്ലിങ് ആണെന്നുള്ള മൈൻഡ് സെറ്റ് ആണ് പല ആളുകളും. അതിന് ഇത്ര ഏജ് ഒന്നുമല്ല, ഒരു 20 വയസ്സുള്ള ആളാണെങ്കിലും ഇനി 50 വയസ്സുള്ള ആളാണെങ്കിലും ഒരേ ചിന്താഗതിയോടാണ് നടക്കുന്നത്. അപ്പൊ ആള് കാണാന്ന് പറഞ്ഞു, ഫസ്റ്റ് സ്റ്റേഡിയിൽ വെച്ചിട്ട് കണ്ടു. അതിനുശേഷം അവരെവിടെയോ റൂം എടുത്തിരുന്നു. അപ്പം ഇവര് ഗ്രൂപ്പായിട്ടാണ് വന്നത്, ഇതിൻ്റെ അകത്ത് കപ്പിളൊക്കെ ഉണ്ടായിരുന്നു. ആ ഇൻഫ്ലുവൻസറിന്റെ കൂടെ കപ്പിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി ഓക്കെ പെൺകുട്ടി ഉണ്ട്, കപ്പിൾ ഉണ്ടെന്ന് വരെയുള്ള വിശ്വാസത്തിൽ കയറി. അല്ല, ഈ കുട്ടിയും ഇവരുമായിട്ട് എന്താണ് ഫ്രണ്ട്സ്? ഇൻസ്റ്റാഗ്രാം ത്രൂ ഉള്ള ഒരു കമ്പനിയാണ്, വേറെ പോസ്റ്റിലുള്ള കമ്പനിയല്ല. അപ്പൊ പുള്ളിക്കാരൻ നമ്പർ പോലും ആളുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ ഉള്ള കോൾ ത്രൂ ആണ്, അങ്ങനെയാണ് വിളിച്ചത്. ശരി, ആള് ഈ പറയുന്നവർക്ക് സ്റ്റേഡിയത്തിന്റെ അടുത്തായിരുന്നു റൂം. അപ്പം ജസ്റ്റ് കലൂർ വെച്ച് കാണാന്ന് പറഞ്ഞു കണ്ടു. അപ്പൊ കൂടെ ഒരു കപ്പിൾ ഉള്ളത് കൊണ്ടുള്ള ധൈര്യം, ഒരു കൂടെ ഒരു പെൺകുട്ടി ഉണ്ട്, ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാത്തതാണ്. അപ്പം പുള്ളിക്കാരി കാറിൽ കയറി ട്രാവൽ ചെയ്തു, ജസ്റ്റ് നോർമലി തന്നെ. അപ്പം ഈ പരിചയമുള്ള ഇൻഫ്ലുവൻസർ ഈ പുള്ളിക്കാരിയുടെ അടുത്താണ് ഇരുന്നത്, ആ കുട്ടിയുടെ അടുത്താണ് ഇരുന്നത്. പോകെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആളുടെ ഒരു ടച്ചും കാര്യങ്ങളും കുട്ടിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ എനിക്ക് പോകണം എന്ന് തിരിച്ചു പറഞ്ഞു. അത് പറഞ്ഞു, ഇല്ല ഞങ്ങൾ എന്താണ് റൂം വെക്കേറ്റ് ചെയ്യാനുണ്ട്, അപ്പം ജസ്റ്റ് റൂമിൽ പോയി ഞങ്ങൾക്ക് ബാഗും പാക്കേജ് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് പോയ സമയം എല്ലാവരും ഒരേപോലെ റൂമിൽ തന്നെ കയറി. അപ്പം ആളൊന്ന് കുട്ടി വാഷ്റൂമിൽ കയറിയ സമയത്ത് ബാക്കിയുള്ളവരെ ആളെ നൈസിന് പുറത്താക്കിയതിന് ശേഷം ബാഡ്ലി പുള്ളിക്കാരെ അപ്രോച്ച് ചെയ്യാൻ നോക്കി. അത് ആൾക്ക് ഭയങ്കരമായിട്ടൊരു മെന്റലി എന്തോ ട്രോമ പോലായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഒച്ചയും വെള്ളം വെച്ചില്ല? അപ്പൊ ആക്ച്വലി റിസോർട്ട് ആയിരുന്നു, അവിടെ ഒരു DJ പാർട്ടി നടക്കുന്നതുകൊണ്ട് സൗണ്ട് എത്ര ഉണ്ടാക്കിയിട്ടും ആളുകൾ പുറത്തേക്ക് കേട്ടില്ല. അപ്പൊ ഓൾറെഡി പ്ലാൻ ചെയ്ത് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ കൂടെ നിൽക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ കപ്പിളിന് പോലും ഒന്ന്, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റും. അപ്പൊ പുള്ളിക്കാരി ഒരുപാട് ട്രൈ ചെയ്തു. എനിക്ക് പറഞ്ഞത് എനിക്ക് മൊത്തത്തിലൊരു ചാനലായിട്ടും പറയാൻ പറ്റത്തില്ല, എന്നോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആളെ നൈറ്റ് കണ്ടു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലുള്ള കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആള് ഇല്ല, ആ പുള്ളിക്കാരൻ ഭീഷണിപ്പെടുത്തി ഈ കാര്യങ്ങൾ പുറത്ത് പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊരു ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ചേട്ടാ എനിക്ക്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, ആകെ ടെൻഷൻ. ഇനി അയാൾ വരുമോ, ഇനി അയാൾ എന്നെ ഇങ്ങനെ ചോദിക്കുമോ, എനിക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കുന്നത്, നീ അയാളെ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യ, പ്ലാൻഡ് ആണോ എന്ന് പോലും അറിയാൻ വയ്യ എന്ന് ഇന്നലെ രാത്രി നടന്ന കാര്യമാണ്. ചിലപ്പോൾ ഈ ഒരു ഓഡിയോ കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നതിന് ശേഷം പല ആളുകളും ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം. പക്ഷെ എന്നാലും പറയണം എന്ന് ആഗ്രഹമുണ്ട്, അവരുടെ പെർമിഷൻ ഉണ്ട്, അവർ പറയാൻ റെഡി ആണെങ്കിൽ എനിക്ക് മുന്നേ ഒന്ന് പറഞ്ഞിട്ട് കാര്യം. അല്ല ഞാൻ മുൻകൈ ഇട്ടെടുത്ത് നാളെ പറയണം എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കുറ്റക്കാരനായി.
അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ അവരുടെ പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലും പോയി കംപ്ലൈന്റ് കൊടുക്കാം. ഇങ്ങനെയാണ് ഇപ്പൊ മോഡൽസിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ 100-ൽ 70% ആളുകളും ഇപ്പോഴും ഇപ്പോഴും മോഡൽസ് എന്ന് പറഞ്ഞാൽ പ്രായപരിധി ഇല്ലാത്ത രീതിയിൽ പല ആളുകളും മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല ആളുകളും ഇപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ ലൈവായിട്ട് ഞാൻ കണ്ടില്ലെങ്കിൽ ആ കുട്ടി അത് കഴിഞ്ഞ് നേരെ ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഇത്ര മണിക്കൂർ 24 hours പോലും ആയിട്ടില്ല. ആ കുട്ടിക്ക് വെറും 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നിട്ട് ആ പയ്യന്റെ നമ്പറിലേക്ക് പേജിന്റെ അകത്ത് വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു ചോദിക്കാൻ ഇടയിൽ എനിക്ക് അത്രയും ദേഷ്യമായി. വിളിച്ച് 2 വട്ടം വിളിച്ചിട്ട് ആളെടുത്തില്ല. ആ കുട്ടി ഓക്കെ ആയിരുന്നു. സ്റ്റിൽ ആ കുട്ടിയുടെ പേര് പോലും പറഞ്ഞില്ല. ഞാൻ ഇൻഫ്ലുവൻസറിന്റെ പേര് ഞാൻ ഇവിടെ പറയാൻ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ആ കുട്ടി ഓക്കെ അല്ല. എനിക്ക് അതിൽ ഒരു കുഴപ്പമില്ല. ആളെ ചിലപ്പോൾ പറഞ്ഞാൽ അറിയായിരിക്കും. അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. സോ എനിക്ക് പറയാൻ താല്പര്യം എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് പേടിയുള്ളതുകൊണ്ട് ആ കുട്ടിയുടെ പറയുന്ന മോഡലിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫാമിലീസിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. അവരൊരു ഇൻകം ഉണ്ടാക്കി അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മക്കള് ഒരു ഫേമിൽ എത്തുന്നവരെ ഒരു പേരൻസിനും ഈ ഫീൽഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ആ കുട്ടി ഇപ്പൊ പറയുന്നത് കൊണ്ട് എനിക്കും തോന്നി സേഫ് അല്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലി ചിലപ്പോ ഇനി വിട്ടില്ല എന്ന് വരും. കുട്ടിയുടെ പേര് പുറത്തു വരും എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ട് പേടിയായിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒന്ന് ഫേസ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ അതിനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ പിടിച്ച് നിന്നില്ലെങ്കിൽ, നമ്മുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആ കുട്ടിക്ക് പറ്റിയില്ലെങ്കിൽ എന്ത് തീരുമാനം ആ കുട്ടിയുടെ സഡൻ മൈൻഡിൽ എടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ചെറുതും കൂടെയാണ്, 10-18 വയസ്സൊക്കെ ഉള്ളൂ. നമ്മുടെ 2.5 വയസ്സുള്ള കുട്ടികളെ കാണുന്നത് കൊണ്ട് തന്നെ അവര് പെട്ടെന്ന് അവരുടെ മൈൻഡ് ഡൈവേർട്ട് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അതെ, ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഫോളോവേഴ്സിനെ അവർ എന്താ പറയുക, അതിനെങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊളാബറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചാനൽ എന്തെങ്കിലും ഉണ്ടായിട്ട് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഞാൻ കണ്ടാണ് ഒരാളുടെ പേരെടുത്ത് പറയുന്നത്. നമ്മുടെ കാസറ്റ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൊരു പയ്യനാണെങ്കിൽ ഒരു ചാനലിനെ പറ്റി എക്സ്ക്ലൂസീവ് ആയിട്ട് വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയില്ല. കണ്ടില്ല. ഓക്കെ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലിനെ പറ്റിയിട്ടാണ്. അവിടെ ചാനലിൽ ഈ പറയുന്ന കണക്ക് എന്താ പറയാ, ചാനലിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വലിയ ലീഡേഴ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റിൽ അതോ അവര് പറയാൻ റെഡി ആയതുകൊണ്ടാണ്. ആ പെൺകുട്ടികൾ നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ എവിടെയും വന്ന് പറയാൻ റെഡി ആണെന്നുള്ളൊരു സപ്പോർട്ട് ആ പയ്യന് കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ വന്ന് എനിക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ ഈ പറയുന്ന കണക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം, നമുക്ക് കുറച്ച് ഫോളോസ് ഉണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കുറച്ച് ഫോളോസ് ഉണ്ട്. ലീഗലി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസിന്റെ സ്ട്രെങ്ത് വെച്ച് ഇവിടുത്തെ നിയമം വെച്ചിട്ട് ഒന്നും അവരെ ചെയ്യാൻ പറ്റില്ല. 10 പേരുടെ മുന്നിൽ ഇവരെ എത്തിക്കാതെ മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ. അതിന് ദൈവം സഹായിച്ച് നമുക്കൊരു ഫോളോസ് ഉണ്ട്. ആ ഫോളോസും 10 പേര് നമ്മൾ കേൾക്കുന്നതും അല്ലെങ്കിൽ ഈ കാര്യം ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ഫോളോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർ കുറച്ച് അലേർട്ട് ആയിരിക്കും. അപ്പം അവരുടെ പെർമിഷൻ ഇല്ലാത്ത സ്ഥിതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവര് ചെയ്യുന്നതും ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അറ്റ്ലീസ്റ്റ് പേര് വെളിപ്പെടുത്താതെ ഒരു ഓഡിയോ ത്രൂ എങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലുള്ള 100 പേര്. ഇപ്പോഴത്തെ കാലത്ത് പ്രൂഫ് ഇല്ലാണ്ട് ഒന്നിനും ഒരു വാല്യൂ ഇല്ലാത്തൊരു ഇതാണ്. ഇപ്പം ഈ നമ്മളിപ്പം ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോകുമ്പോൾ തന്നെ ഇങ്ങനൊരു ഇൻസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പറയുള്ളൂ. അതേസമയം നമ്മൾ പ്രൂഫോട് കൂടി കാണിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യും. സെയിം ടൈം ചിലപ്പോൾ വേണമെങ്കിലും പറയാം, വേറെ രീതിയിലും പറയാം, നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോസ് എടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചും അലിഗേഷൻസ് വരാം. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അങ്ങനെ അതെന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞ റീച്ചിന് വേണ്ടിയിട്ട് പലരും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം സത്യമേതാ അറിയാൻ പറ്റുന്ന അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. എല്ലാവരും മാക്സിമം അവെയർ ആയിട്ടിരിക്കുക. മാക്സിമം പേരൻസോട്ട് പോകും. പിന്നെ ഈ പറയുന്ന നമുക്ക് ആരും വിളിക്കുന്ന സമയത്ത് പേഴ്സണൽ എന്തെങ്കിലും വർക്ക് പരമായിട്ട് സംസാരിക്കാനുണ്ടോ, കൊച്ചി പോലുള്ള സിറ്റിയിൽ പബ്ലിക്കായിട്ട് സംസാരിക്കാനൊക്കെ എത്രയോ സ്ഥലങ്ങളാണ്. ഇനി പ്രൈവറ്റ് ആയിട്ട് റൂമിൽ പോയിരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു യാതൊരു നിർബന്ധമില്ല. ഒരു കഫേയിൽ ഒരു കോഫി കുടിച്ചാണെങ്കിലും സംസാരിക്കാം. ഇപ്പോഴത്തെ കാലത്ത് കൊച്ചിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, കൊച്ചിന്നല്ല എവിടെ ആണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അമീന്റെ കൂടെ നിന്നിട്ട് അമീനെ ചതിക്കുക അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? യെസ്, ഓഫ്കോഴ്സ് ഒരുപാടുണ്ട്. ഞാൻ ആക്ച്വലി അത്യാവശ്യം ഫ്രണ്ട് സർക്കിളുള്ള ഒരാളായിരുന്നു, ഇൻഡസ്ട്രി ബേസ് ആയിട്ട്. അപ്പം നമ്മുടെ ഗ്രോത്ത് കണ്ട് നമ്മളെ ബാക്കിൽ നിന്ന് കുത്തിയിട്ടുള്ള പല ആളുകളും ഉണ്ട്. ഇപ്പം ഒരിടയ്ക്ക് ഒരു പെൺകുട്ടി എൻ്റെ എതിരെ വീഡിയോ ഇട്ടിട്ടുള്ളതുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതലും കൂടെ നിന്നത് എൻ്റെ റൂമിൽ, എൻ്റെ ബെഡിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരേ പാത്രത്തിൽ ചോറുണ്ടെന്ന് എൻ്റെ സ്വന്തം ഫ്രണ്ട്സ് ആയിരുന്നു. ബിക്കോസ് നമ്മുടെ സക്സസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്കത് സെറ്റ് ആവാതെ നേരെ നമുക്കൊരു വേണം. പക്ഷെ എന്ത് ചെയ്യാനാണ്, ദൈവം എന്ന് പറയുന്ന വ്യക്തിക്ക്
ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടി ഫ്രണ്ടിൽ വന്ന് പറയാണ് എന്നെ അമീൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ട്രൈ ചെയ്തു, കൺട്രിയിലേക്ക് വേറൊരു കൺട്രീസിലേക്ക് ഞാൻ കയറ്റി അയക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പം ഫേസ് കാണിച്ച് സംസാരിക്കാൻ ധൈര്യമുള്ളൊരു കുട്ടിക്ക് എന്തുകൊണ്ട് ലീഗലി വന്നുകൂടാ എന്നൊരു ചോദ്യം പബ്ലിക്കലി വരും. പല കുട്ടികളും പേരും പറയാൻ താല്പര്യമില്ലാത്തവരും ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഇവിടെ ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. അവർ പറയാറുണ്ട് എന്റെ ഫേസ് കാണിക്കരുത്, എന്റെ പേര് പക്ഷെ ഈ കുട്ടികൾ ഇങ്ങനെ വന്ന് പറയുന്നതിന്റെ റീസൺ ഫേസ് കാണിക്കാനും പേര് പറയാനും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ ഫേസ് കണ്ടാലും കുഴപ്പമില്ല, അമീൻ ഉറപ്പായിട്ടും അവന് ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്തുകൊണ്ട് അവർ ലീഗലി മൂവ് ചെയ്യുന്നില്ല? അതിനെ അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് ഇതിനെ എന്റെ കൂടെ നടന്ന അല്ലെങ്കിൽ എന്റെ ക്ലോസ് ആയിട്ട് നിന്ന പല ആളുകളുമാണ് ഇത് ചെയ്തതെന്നും ഇങ്ങനെയാണെന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ മനസ്സിലായി ഇനി എന്തായാലും എനിക്ക് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന സാധനമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഇനി അറിയിക്കാനോ എനിക്ക് സർക്കിൾ ഇപ്പൊ ഇല്ല. അങ്ങനെ പറയാം, എവിടെയെങ്കിലും പോവാണെങ്കിലും ഒറ്റയ്ക്ക് അതിന്റെ ആവശ്യമുള്ളൂ. ബിക്കോസ് അത് അറിയിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഇത്രയും പ്രശ്നത്തിലേക്ക് പോയത്. ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ പ്രശ്നം. എൻ്റെ ഉമ്മ എപ്പോഴും പറയും, നിന്റെ ഈ കണ്ണടച്ച് വിശ്വസിച്ച് നീ വീട്ടിൽ കൊണ്ടുവരുന്നതാണെങ്കിലും അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നതാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവരുന്നത് അവരെ എവിടെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കും. ഈ സ്വഭാവം എന്ന് നിന്നിർത്തുന്നോ അന്ന് നീ നന്നാവും. കാരണം എൻ്റെ ഉമ്മ ഇത് ഉണക്കാം ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ശരി, ദൈവം മോളിരിക്കുന്ന ആള് നമുക്ക് നാളെ ഏതെങ്കിലും രൂപത്തിൽ തരും. ഞാൻ ചെയ്ത കുറെ നന്മകൾ കൊണ്ടായിരിക്കണം, ഇങ്ങനെ ഒരുപാട് പേരെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം അത്രയും ഒരു പെൺകുട്ടി ഫേസ് കാണിച്ചു വന്ന് പറഞ്ഞിട്ട് പോലും ദൈവം എന്നെ ഇങ്ങനത്തെ ഒരു സൈഡിലേക്ക് സേഫ് ആക്കിയത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതിലേക്ക് ഞാൻ വരാം. ഞാൻ വരുന്നു. അതെ, പിന്നെ നമ്മുടെ ഈ കേരളത്തില്, അതായത് നമ്മുടെ കേരളത്തിലെ ഫാഷൻ സെൻസും മറ്റ് സംസ്ഥാനങ്ങളുടെ ഫാഷൻ സെൻസും ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫാഷൻ ഷോസ് ആണെങ്കിലും ഫാഷനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഉള്ളത് കേരളത്തിലാണ്. ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂർ നാട്ടിലാവട്ടെ, ഹൈദരാബാദ് ആവട്ടെ, അല്ലെങ്കിൽ ചെന്നൈ ആവട്ടെ, വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഫാഷൻ ഷോനെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നത് കേരളത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ. ഫാഷനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആളുകൾ കേരളത്തിൽ മാത്രം ഞാൻ എൻ്റെ അറിവില്. പിന്നെ ഔട്ട് ഓഫ് കൺട്രീസിന്റെ കേസ് നമുക്ക് അറിയില്ല. അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നോർമലി ഫാഷനബിൾ ആണല്ലോ. നമ്മുടെ കൺട്രി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ അവനൊരു തനിമ, എല്ലാവർക്കും ഒരു ട്രഡീഷണൽ ലുക്ക് ഒക്കെയാണ് പെട്ടെന്ന് ആളുകളുടെ മൈൻഡിൽ വരിക. പക്ഷെ ഇത്രയും ഫാഷൻ ഇഷ്ടപ്പെടുന്നതും അതും ചെറിയ കുട്ടികൾ മുതൽ പ്രായം പോലും നോക്കാതെ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഞാൻ മലയാളിയാണെന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡാണ്. ബിക്കോസ് പിന്നെ പറയുന്ന ഫാഷന്റെ ഇതിനെയാണ്, ഈ ഒരു സംഭവത്തിനെയാണ് ആളുകളോട് ബിസിനസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡെയിലി ഞാൻ 2018-19 ഇവിടെ വന്ന സമയത്ത് 5 മോഡലിംഗ് കമ്പനീസ് ഇവിടെ ഉണ്ടായിരുന്നു. 5 കമ്പനീസ്. ഇപ്പൊ നോക്കുമ്പോൾ കണക്കെടുത്ത് നോക്കുമ്പോൾ 198 കമ്പനീസ്, അറൌണ്ട് 200 കമ്പനീസ്. ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഫാഷൻ ഷോയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം കൊണ്ട് അവർ വലിയൊരു മോഡലായി എന്നൊരു ഭാവം. പെട്ടെന്ന് ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന നോക്കുക, ഏതെങ്കിലും ഒരു പേര് ഇടുക, ഒരു പേര് അതിന്റെ അറ്റത്ത് ഓക്കെ ആപ്പിൾ XY എക്സ് മോഡലിംഗ് കമ്പനി അല്ലെങ്കിൽ Y മോഡലിംഗ് കമ്പനി. ഇതായി കഴിഞ്ഞു. ലൈസൻസ് എടുക്കില്ല, ട്രേഡ് മാർക്ക് എടുക്കത്തില്ല, പ്രോപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കില്ല, ഗൈഡൻസ് ഇല്ല, ട്രെയിനിങ് ഇല്ല, ഗ്രൂമിംഗ് ഇല്ല, ഒന്നുമില്ല. ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മോഡലിംഗ് കമ്പനി. എന്നിട്ട് ഈ കമ്പനിയിൽ ഈ കമ്പനിയിൽ വരുന്ന കുട്ടികളെ ആ കമ്പനിയിലേക്ക് പോയ പ്രശ്നം, ഈ കമ്പനിയിലേക്ക് പോയ പ്രശ്നം, എന്നിട്ട് ചുമ്മാ ഒഫീഷ്യൽ മോഡലാക്കുക. ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻകം ജനറേറ്റ് കൊടുക്കുക, അവരെ കുറച്ച് പബ്ലിക്കിലേക്ക് കൊണ്ടുവരിക, അവരെ ഫെയിം ആക്കുക. അവര് ഫെയിം ആയാലേ നമ്മളും ഫെയിം ആവുള്ളൂ. ഇതൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ ഏതെങ്കിലും ഫാഷൻ ഷോ വരിക, പൈസ മേടിച്ചില്ലെങ്കിൽ മേടിച്ചിട്ടാണെങ്കിലും പിന്നെ റാമ്പിലിറങ്ങി. എന്ത് ഉപകാരം എന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് നമ്മള് മലയാളികൾ എന്ന് പറയുമ്പോൾ ഫാഷനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അതിന് ഒരു അപ്ഗ്രേഡ് ഇല്ല. ഒരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനർ ഷോക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്, നമുക്കൊരു കഥകളി, അതൊരു ആർട്ടാണ്. ഇതിനെങ്ങനെ നമുക്ക് ഫാഷൻ ഷോയിൽ ഇറക്കാൻ പറ്റുക? ഫാഷൻ ഷോ എന്ന് പറയുമ്പം ഒരു ഡിസൈനറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റീനെ ഒരു മോഡലിനെ യൂസ് ചെയ്ത് റാമ്പിൽ ഇറക്കുന്നതിനെയാണ് നമ്മൾ ഡിസൈനർ ഷോക്കേസ്, റൺ ബേസ്ഡ് ഡിസൈനർ ഷോ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ കൂടി അതിനൊരു തീം ബിൽഡ് ചെയ്ത് ആ തീമിനെ നമുക്ക് ഒരു ഡിസൈനറിന്റെ ഏറ്റവും യൂണിക് ടാലന്റിലൂടെ കൊണ്ടുവന്ന് റാമ്പിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അവിടെയും വരും. ഇവിടെ ഞാൻ പലരെയും കണ്ടു, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ വീഡിയോനെ അവർ കണ്ടാലും കുഴപ്പമില്ല പറയുന്നത് കഥകളി, തെയ്യം,
കുച്ചിപ്പുടി, ഭരതനാട്യം, ഇതൊക്കെ ആർട്ടാണ്. ഇതിന് ഫിക്സ്ഡ് ആയിട്ടൊരു കോസ്റ്റ്യൂം ഉണ്ട്. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും ശരി അതിന് യാതൊരു അപ്ഡേഷനും വരില്ല. പക്ഷെ ഇതൊക്കെയാണ് ഇവിടെ റാമ്പിൽ ഇറക്കുന്നത്. ഇതിന്റെ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. അതായത് ഇവിടെ ഔട്ട് ഓഫ് കൺട്രിയിലുള്ള പല ടൂറിസ്റ്റുകളും വന്ന് ഒരു റിസോർട്ടിലോ അല്ലെങ്കിൽ പറയുന്ന നമുക്ക് ആയുർവേദ ഏതെങ്കിലും ഹോസ്പിറ്റലോ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് നടക്കുന്ന സാധനമാണ് ഈ കഥകളി, കുച്ചിപ്പുടി, കളരി. ഇതിനെയാണ് ഇപ്പൊ റാമ്പിൽ ഇറക്കി ഇവിടുത്തെ ഫാഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ഔട്ട് ഓഫ് കൺട്രി പോവാ, ഓക്കെ, അതിനെ ഫാഷൻ ഷോ അല്ല ഒരു എന്റർടൈൻമെന്റ് സെക്ഷൻ ആക്കി അവർ ഇറക്കുവാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇതിനെ ഫാഷൻ ഷോ ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ പഠിച്ചത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ടോ ഒരിക്കലും കഥകളി എങ്ങനെ ഫാഷൻ ആക്കുക? അതൊരു കൾച്ചറാണ്. ഒരു കൾച്ചറിന് അവരുടെ ഒരു ആർട്ടാണത്. അതിനെ ഒരിക്കലും നമുക്ക് പറയത്തില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ കളർ കോഡ് എടുത്തിട്ട് ഡ്രസ് ആക്കി നമുക്ക് ഒരു കോസ്റ്റ്യൂം ആക്കി ഒരു ഗാർമെന്റ് ആക്കി വേണമെങ്കിൽ റാമ്പിൽ ഇറക്കാം. ഓക്കെ, ഒരു ഗ്രീൻ, ഇപ്പം കഥകളിക്ക് തന്നെ ഗ്രീന്, റെഡ്, പല കളേഴ്സ് വരാറുണ്ട് അല്ലേ, എല്ലാം വരാറുണ്ട്. അതിന് ഓരോ കളേഴ്സിനെയും ഓരോ തീം ഉണ്ടാക്കാം. അല്ല എക്സാക്ട് ഒരു കഥ കളിക്കുന്ന ഒരാളെ കൊണ്ട് റാമ്പിൽ നിർത്തുന്നു, ഒരു തെയ്യം കളിക്കുന്ന ഒരാളെ എക്സാക്ട് തെയ്യം ഒരാളെ കൊണ്ട് എങ്ങനെ അത് ഫാഷൻ ആക്കുക? ഇതാണ് ഇപ്പൊ നിലവിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ റാമ്പിലുള്ള കുറെ ഡാൻസ്, കുറെ കാര്യങ്ങള് നമുക്ക് ഡിസൈനറിന്റെ റിക്വയർമെന്റ് പ്രകാരം അവരുടെ കോസ്റ്റ്യൂം, ഓക്കെ, കോസ്റ്റ്യൂം ഇപ്പൊ ഒരു ഫ്ലിപ്പ് ചെയ്യുന്നു, ഒരാള് റാമ്പിൽ വന്നിട്ട് ഫ്ലിപ്പ് ചെയ്യുന്നു, നമുക്ക് ആ ഫ്ലിപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സ്പോർട്സ് വെയർ സ്ട്രെച്ചബിൾ ആണെന്നും ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസൈനറിന്റെ റിക്വയർമെന്റ് പ്രകാരം നമുക്കത് ചെയ്യാം. ഡാൻസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു എക്സ്ട്രാ, അപ്പൊ ഒരു ഡിസൈനർ വെയർ ആണെങ്കിൽ കോമ്പറ്റീഷനിലൊന്നും ഡാൻസ് ഒന്നും അലൗട്ടേ അല്ല. പക്ഷെ ഇവിടെ ഉള്ളവരൊന്ന് ഫാഷന് വേണ്ടിയിട്ട് മരിച്ചു നടക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. പക്ഷെ അതിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള ഇവർക്ക് ആർക്കും അറിയില്ല. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് വന്ന ആളുകൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാനും അവർ റെഡി ആവുന്നുമില്ല. എനിക്കിപ്പോഴും അറിയാം, എനിക്ക് തോന്നുന്നു ലുലു ഫാഷൻ വീക്ക് ഒക്കെ കാണാറുണ്ടോ? ഷോ കാണാറുണ്ടോ? ലുലു ഫാഷൻ വീക്കിന്റെ അകത്ത് വാക്ക് ചെയ്യുന്ന ഏതെങ്കിലും മലയാളികളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അല്ല, ലുലു ഫാഷൻ വീക്ക് ഞാൻ കാണാൻ പോകുന്നതാണ്. പ്രൊഫഷണലി നോക്കുന്ന സമയത്ത് ലുലു ഫാഷൻ വീക്കിന്റെ അകത്ത് ഏതെങ്കിലും മലയാളികൾ വാക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? സബ് ബ്രാൻഡ്സിന് വേണ്ടിയിട്ടുള്ള മെയിൻ ബ്രാൻഡിനെ അല്ലെ മെയിൻ ലുലുവിനെ എന്താ പറയാ റെപ്രസെന്റ് ചെയ്യുന്ന നല്ല ഷൂട്ടിന് വേണ്ടിയിട്ടും നല്ല റാമ്പിന് വേണ്ടിയിട്ടും നല്ല ഷോയ്ക്ക് വേണ്ടിയിട്ടും ലുലു ഫാഷൻ വീക്ക് ഏതെങ്കിലും മലയാളികളെ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലൈക്ക് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അത് പറയുന്ന സബ് ബ്രാൻഡിന് വേണ്ടിയിട്ടും പ്രൊമോഷന് വേണ്ടിയിട്ടും ഇവിടെ ഉള്ളവരെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ റാമ്പില് ഒരു മെയിൻ ബ്രാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ മോഡൽസ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, മോഡലിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ ഓൺ ബ്യൂട്ടിയുടെ മുകളിലിരിക്കുന്നതാണ്. നമുക്ക് എത്ര നാൾ ഭംഗി ഉണ്ടാവും അത്രയും നാൾ. ഭംഗി എന്ന് പറയുന്നത് മുഖത്ത് മറ്റേ ഭയങ്കര പുട്ടി ചേർക്കാന്നല്ല, നമ്മുടെ ഹെയർ മുതൽ ഒരു താഴെ ടോപ്പ് ടു ബോട്ടം വരെ അതിനൊരു പാറ്റേൺ ഉണ്ട്. ബോഡി ഫിഗർ ആവട്ടെ, അല്ലെങ്കിൽ ഫേസ് ആവട്ടെ, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, എല്ലാം അതൊന്നും ഇവിടെ ആരും ഫോളോ ചെയ്യുന്നില്ല. അപ്പം അത്രയും വലിയൊരു ബ്രാൻഡ് പോലും ആളുകൾ ഇറക്കുന്നെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെയുള്ള ആളുകൾ നല്ല ബിയർഡ് ഉണ്ടെങ്കിൽ എനിക്കൊരു ബ്രാൻഡ് ഇറക്കുമ്പോൾ ബിയർഡ് പഠിക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾക്ക് എന്നെ വെച്ചിട്ടാണെങ്കിൽ ഇറക്കിയാൽ മതി. അവരെന്തോ നമ്മളെന്തോ അവർക്ക് നമ്മൾ പൈസ നമ്മൾ ഇറക്കുന്ന കണക്കാ. ഇവിടെ ഉള്ളവരുടെ മെന്റാലിറ്റി അതാണ്, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ലൈക്ക് അതുകൊണ്ടാണ് വളരാത്തത്. ഏറ്റവും കൂടുതൽ ഫാഷൻ ഷോ നടക്കുന്നതും ഫാഷൻ ഇഷ്ടപ്പെടുന്നവരും ഇവിടെ തന്നെയാണ്. പക്ഷെ ഇവിടെ അപ്ഗ്രേഡ് ആവാത്തതും പുറം ലോകം കേരളത്തിനെ അത്ര ഇപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് അറിയാറ്. അല്ലെങ്കിൽ ഏറ്റവും ഫാഷൻ നിറഞ്ഞ ഒരു കൺട്രി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല കേരളം മാറി. ബിക്കോസ് ഗ്രോത്ത് ഇല്ല. ആളുകളുണ്ട്, ഫാഷൻ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അതിന് ഗ്രോത്ത് ഇല്ല. ഇൻഡസ്ട്രിയിലേക്ക് ആളുകൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് അപ്ഗ്രേഡ് ഇല്ല, യാതൊരുള്ള അപ്ഡേഷൻസോ അപ്ഗ്രേഡോ ഒന്നുമില്ല. ഗ്രോത്ത് ഇല്ല. ഡെയിലി വരുന്നു. കാര്യം ഇപ്പൊ നമ്മൾ അക്കാഡമി നടത്തി ഒരു ഒന്നും അറിയാത്തൊരു കുട്ടീനെ നല്ല രീതിയിൽ വാക്ക് പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിന് ഗ്രോത്ത് ഉണ്ട്, ആ കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഇവിടെ ഫാഷൻ ഷോ ചെയ്യുമ്പോഴാണ് ഗ്രോത്ത് ഇല്ല. അത് ഇനി എന്ന് മാറും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിനെ മാറ്റാൻ എന്നാൽ കഴിയുന്നത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള വാക്കിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും? അമീൻ ആണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണെങ്കിൽ ഞാൻ അക്കാഡമി തുടങ്ങുന്നതിന്റെ റീസൺ തന്നെ മോഡലിംഗ് എന്ന് പറയുന്നത് 15 മുതൽ 17 കാറ്റഗറികളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ പേര് പറഞ്ഞു മീനാക്ഷി ആണെങ്കിലും ഞാനാണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞവരും +2 കഴിഞ്ഞവരൊക്കെയാണ്. ഇപ്പൊ 10ാം ക്ലാസ് വരെ നമുക്ക് ഓക്കെ എന്താ പറയുക വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ നമുക്ക് എന്തായാലും ഇത് പഠിച്ചേ പറ്റൂ, പാസ് ആവണം. പക്ഷെ +1 +2 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഹയർ സ്റ്റഡീസിലേക്ക് നമ്മൾ നോക്കും.
10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും മോനെ ഏതാ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എടുക്കുന്നത് അത് ചോദിക്കുന്ന റീസൺ എന്താ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് പോകാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ടാർഗറ്റ് ചെയ്യുന്ന ജോലിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ +1 നമ്മൾ എടുക്കുന്ന സബ്ജക്ട് മസ്റ്റ് ആണ്. അതെ അതെ. അപ്പം +1 എന്ന് പറയുന്നതും +2 എന്ന് പറയുന്നതും കൊമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന എല്ലാ സബ്ജക്റ്റിനോട് ചേർത്ത് വിളിക്കുന്ന ഒരു ഹബ് നെയിം ആണ് +1 അല്ലെങ്കിൽ +2. സോ അതുപോലെ തന്നെ മോഡലിംഗിന്റെ അകത്ത് 10 മുതൽ 17 കാറ്റഗറികളെ എല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ് മോഡലിംഗ്. സയൻസ് എടുത്തൊക്കെ ബയോളജി സയൻസ് എടുത്താലേ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ 5'11" 5'8" ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ബോയ്സിന് 5'11" ഗേൾസിന് 5'8" ഉണ്ടെങ്കിൽ പ്രൊഫഷണലി റൺവേയിലേക്ക് പോകാൻ പറ്റും, പ്രൊഫഷണൽ റൺവേ മോഡൽ ആവാൻ പറ്റുള്ളൂ. കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഹൈറ്റ് മസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈറ്റ് ആവശ്യം വരില്ല. ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ആഡ് ഷൂട്ട്സ്, പ്രിന്റ് ഷൂട്ട്സ് ഇന്നൊക്കെ പറയുന്ന സ്റ്റില്ലും വീഡിയോസ് ഒക്കെയാണ്. അവർ കൂടുതലും അവിടെ ടാർഗറ്റ് ചെയ്യുന്ന അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ബ്യൂട്ടി ആൻഡ് അവരുടെ സ്റ്റൈൽസ്, ഡയലോഗ് ഡെലിവറി ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ സൈഡിൽ കൂടുതൽ നോക്കുക. പക്ഷെ ഏറ്റവും കൂടുതലും ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് റൺവേസ് ആണ്. അപ്പൊ റൺവേയിൽ പ്രൊഫഷണൽ ആണ്. നമുക്ക് 2 രീതിയിൽ മോഡലിംഗ് ചെയ്യാം. ഒന്ന്, തിങ്കൾ മുതൽ വെള്ളി വരെ പണിയെടുത്ത് ശനിയും ഞായറും പാർട്ടിക്കും പബ്ബിലും ബീച്ചിലും സിനിമയ്ക്കും പോകുന്ന എന്റർടൈൻമെന്റ്, യാതൊരു വിധത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഒരു റിട്ടേൺസും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ടോട്ടലി എൻജോയ്. നമ്മൾ സിനിമ കാണാൻ പോകുന്നത് എന്തായാലും റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. നല്ല മൂവി ആയിരിക്കണം, കാണാൻ ഭംഗി, ഞാൻ ഹാപ്പി ആവണം, എന്റെ ഫാമിലി ഹാപ്പി ആവണം. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ ഞാൻ 800, 2000, 3000 കൊടുത്തൊരു ഫാഷൻ ഷോയിൽ പോകുന്നു. അവിടെ നിന്നും എന്റെ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഫോട്ടോ, ഒരു വീഡിയോ, എന്റെ ഫാമിലിയുടെ ഹാപ്പിനെസ്, എന്റെ ഫ്രണ്ട്സിന്റെ ഹാപ്പിനെസ്, ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കമന്റ്സ്, ഇതാണ് എന്റെ റിട്ടേൺസ്. അപ്പം ധൈര്യമായിട്ട് അവർക്ക് ഹൈറ്റ് ഇല്ലെങ്കിലും അവർക്കൊരു ഫിഗർ ഇല്ലെങ്കിലും കാണാൻ ഇനി ഏത് രീതിയിലുള്ള സ്കിൻ ടോൺ ആണെങ്കിലും യാതൊരു പ്രശ്നമില്ല. പക്ഷെ പ്രൊഫഷണൽ ആകുമ്പോഴാണ് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയുള്ള പല ആളുകളും മറ്റേ സൺഡേ കഴിഞ്ഞ് ശനി ഞായറും ബീച്ചിലും പാർക്കിലും പോകുന്നതൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ ഫാഷൻ ഷോയ്ക്ക് കൊണ്ടുപോകുന്നത്. ബിക്കോസ് അത് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് റിട്ടേൺസ് ഇല്ല. ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് കേരളം വളരാത്തത്. മനസ്സിലായോ? അക്കാഡമി തുടങ്ങുന്നതിന്റെ റീസൺ തന്നെ അതാണ്. ഞങ്ങളെ അക്കാഡമിയിൽ നമ്മളൊക്കെ പാക്കേജ് 2 months, 6 months, 1 year പാക്കേജ് ഉണ്ട്. നിങ്ങളടുത്ത് വിളിക്കുന്ന സമയത്ത് തന്നെ അക്കാഡമിയിൽ ചേരാൻ എത്ര രൂപയാണ്, ക്ലാസ് എത്രമാണ് ഞങ്ങൾ പറയണം. നിങ്ങൾ അക്കാഡമി ചേരുന്നതിനെ പറ്റിയിട്ടോ നിങ്ങൾ പാക്കേജിനെ പറ്റിയിട്ടോ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറയാനും പോകുന്നില്ല, നിങ്ങളെ ഞങ്ങളുടെ അക്കാഡമിയിൽ എടുക്കത്തുമില്ല. മീനാക്ഷി ഞങ്ങളുടെ ഡയറക്റ്റ് ഞാൻ ചോദിക്കുക, മീന എനിക്ക് 1 year കോഴ്സ് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മീനാക്ഷി ദയവ് ചെയ്ത് താല്പര്യമില്ല, മീനാക്ഷി പൊക്കോളൂ. മീനാക്ഷിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിന്റെ അകത്ത് ഒരെണ്ണമെങ്കിലും വന്ന് അറ്റൻഡ് ചെയ്യുക. ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മീനാക്ഷിയുടെ ഹൈറ്റും വെയിറ്റും സ്കിൻ ടോണും ടാലന്റും വെച്ചതിന് മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങൾ പറയും മീനാക്ഷിക്ക് ഏത് കാറ്റഗറിയാണ് പറ്റുന്നത്, എങ്ങനെയുണ്ട് അതിന് ഇൻകം ജനറേറ്റ് ചെയ്യാം, എങ്ങനെ അതിൽ പ്രൊഫഷണൽ ആവാം എന്ന് നമ്മൾ പറഞ്ഞുതരും. അതിനുശേഷം വീണ്ടും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പാക്കേജിലേക്ക് പോകാൻ പറയും. കാരണം മോഡലിംഗ് എന്ന് പറയുന്നത് ബ്യൂട്ടിയിലായതുകൊണ്ട് തന്നെ വേറൊരു ജോലി ചെയ്തുകൊണ്ട് മോഡലിംഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു IT വർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരും. മോഡൽസിന് ഇപ്പം വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത്ര ഹവേഴ്സ് ഉറക്കം വേണമെന്ന് പറയുന്നത് തന്നെ എല്ലാ മോഡൽസിന്റെയും ഹൈലൈറ്റ് അവരുടെ ബോഡിയും ഫേസും. യെസ്, മോഡൽസിനെ കാണുമ്പോൾ തന്നെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആവട്ടെ, അവരുടെ ഒരു സംസാരിക്കുന്ന ഒരു ടോക്കിംഗ് സ്റ്റൈല്, അല്ലെങ്കിൽ അവർ തരുന്ന സമയത്ത് തന്നെ യെസ് അവർ മോഡലാണ് എന്ന് പറയാൻ പറ്റും. ഇപ്പം എയർ ഹോസ്റ്റസ്മാരുടെ കാര്യം പറയാം, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും അല്ലെങ്കിൽ അവരെ വരുന്ന കാണുമ്പോൾ യെസ് അവർ ആ ഒരു പ്രൊഫഷണൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എയർ ഹോസ്റ്റസ്മാർ ആണെങ്കിൽ ക്യാബിൻ ക്രൂസ് ആണെങ്കിൽ ശരി, ബോഡിയിൽ ടാറ്റു അടിച്ചാൽ ക്യാബിൻ ക്രൂ ആവാൻ പറ്റില്ല. ഏതെങ്കിലും മാർക്സ് ഉണ്ടെങ്കിൽ പറ്റത്തില്ല. 35 വയസ്സിന് ശേഷം അവരുടെ കല്യാണം കഴിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള റൂൾസ് ഒക്കെ ഉണ്ട്. യെസ്, അപ്പം എന്നാലും ഒരു പ്രൊഫഷണൽ ആവുള്ളൂ. കാരണം എന്താ, 35 വയസ്സിന് ശേഷം 35 വയസ്സ് വരെ അവർക്ക് ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കല്യാണം കഴിച്ചാൽ ഭംഗി പോകും. ക്യാബിൻ ക്രൂസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഭംഗിയാണ്. ഇതിവിടെ ആരും മനസ്സിലാക്കണില്ല ഏത് ഫീൽഡിൽ എങ്ങനെ നിൽക്കണം. അതുകൊണ്ടാണ് മോഡലിംഗ് ആണെങ്കിലും ശരി, ഫാഷൻ ഷോസ് ആണെങ്കിലും ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഗ്രോത്ത് ഇല്ലാത്തതിന്റെ റീസൺ അവര് പ്രൊഫഷണൽസ് ആയിട്ട് നോക്കുന്നില്ല. സിനിമയ്ക്ക് പോവാ, പാർട്ടിക്ക് പോവാ, ഓക്കെ കണ്ടു, സിനിമ കണ്ടു, വീഡിയോ കിട്ടി, ഫോട്ടോ കിട്ടി, ഡൺ, കഴിഞ്ഞു. ഇതാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഉള്ള കാര്യം എനിക്ക് അറിയില്ല. ഇനി നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? പേടിക്കണ്ട. ഇനി കുറച്ച് ഫണ്ണാക്കിയിട്ട് നമുക്ക് കുറച്ച് സീരിയസ് ഡിസ്കഷൻ. ഓക്കെ, ടങ് ട്വിസ്റ്റർ തരട്ടെ? ശ്രമിക്കാം. ട്രൈ ചെയ്ത് 3 തവണ പറഞ്ഞാൽ മതി സ്പീഡിൽ. പറയട്ടെ? അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇവിടെയും പറയാട്ടോ. അല്ല അങ്ങനെയല്ല, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ നെട്ടൂരാനോടാണോടോ നിന്റെ കളി?
ഈ നെട്ടൂരാനോടോ ആണോടോ നിന്റെ കളി. നെട്ടൂരാനാണോടോ നെട്ടൂരാനോടാണോടോ നിന്റെ കളി. നെട്ടൂരാനാണോടോ എന്റെ ദൈവമേ നെട്ടൂരാനോടാണോടോ നിന്റെ കളി. ഇല്ല ഇല്ല ഇല്ല, ഈ ഫണ്ണല്ലേ. നെട്ടൂരാനാണോടോ നെട്ടൂരാനോടാണോടോ തന്റെ കളി, അല്ല നിന്റെ കളി. നെട്ടൂരാനോടാണോടോ അത് നോക്കി വായിക്കാൻ നല്ല സുഖമുണ്ടല്ലേ. അല്ല നമുക്ക് നെട്ടൂരാനാണോടോ തന്റെ കളി. നെട്ടൂരാനോടാണോടോ ആണോടോ നിന്റെ കളി. നെട്ടൂരാനാണോടോ നിന്റെ കളി. നിന്റെ കളി. ഇനി അതൊരു മൂന്നാണ്. തന്റെ കളി. നിന്റെ കളി. നിന്റെ കളി. നെട്ടൂരാനാണോടോ നെട്ടൂരാനോടാണോടോ നെട്ടൂരാനോ. വേറെ വല്ലതും ഉണ്ടോ? വേറുണ്ട്. ഇത് വരണില്ല. എന്നാ വേറെ തരാം. ഓക്കെ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. പറ്റും. ഇത് ഉരുളിയിലെ കുരുമുളക് ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ദൈവമേ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. കറക്റ്റ്. അങ്ങനെ 3 തവണ. കുരുമുളക് ഉരുളലോടുരുളൽ. അങ്ങനെ ഒരു തവണ ഇവിടെ. ഒന്നുകൂടി എന്തായിരുന്നു? ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഫാഷൻ ഓർ ഫിലിം? അയ്യോ, ഫിലിമിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ ഫിലിമിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഫസ്റ്റ് വന്നത്. ഓക്കെ. പക്ഷേ ഫാഷൻ. ഓക്കെ, അതിലേക്ക് ഞാൻ വരാട്ടോ. റാം ഷോ ഓർ ഫോട്ടോഷൂട്ട്? റാം ഷോ. റിയൽ ലൈഫ് ഓർ സോഷ്യൽ മീഡിയ? റിയൽ ലൈഫ്. മോഡലിംഗ് ഓർ ഫാഷൻ ഡിസൈൻ? മോഡലിംഗ്. കേരള സ്റ്റൈൽ ഓർ ഗ്ലോബൽ ട്രെൻഡ്? ഓ. ട്രഡീഷണൽ ഫാഷൻ ഓർ മോഡേൺ ഫാഷൻ? ഫിറ്റ്നസ് ഓർ ഫാഷൻ? ഫിറ്റ്നസ്. ഫോർമൽ വിയർ ഓർ കാഷ്വൽ വിയർ? ഫോർമൽ. ടീം വർക്ക് ഓർ സോളോ എഫേർട്ട്? സോളോ എഫേർട്ട്. ടീം എനിക്ക് വേണ്ട, മതി. കഷ്ടപ്പെട്ടാലും പറയും ഞാനത് ചെയ്തു അവര് പറഞ്ഞു. ഓക്കെ. പേഴ്സണൽ ഗ്രോത്ത് ഓർ ഫിനാൻഷ്യൽ ഗ്രോത്ത്? ഫിനാൻഷ്യൽ ഗ്രോത്ത്. ഓക്കെ. ഒറ്റ വാക്കിൽ അമീനെ ഒന്ന് പറയാനാണെങ്കിൽ എന്ത് പറയും? എന്ത് പറയും? ഒരൊറ്റ വേർഡിൽ അമീൻ എന്താണ്? അഹങ്കാരി. വൈ അഹങ്കാരി? ഓപ്പൺ അപ്പ് ആവുന്നത് കൊണ്ട് മാത്രമല്ല, എന്റെ ടാലന്റിൽ ഞാൻ അത്രയും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ അഹങ്കാരം. എനിക്ക് മുന്നേ പറഞ്ഞതുപോലെ തന്നെ എന്നെ ബീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ ടാലന്റിനെ ബീറ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ കേരളത്തിൽ എടുത്ത് നോക്കാൻ നേരത്താണെങ്കിലും എനിക്ക് ഇന്ത്യയെ ബേസ് നോക്കാനാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. മുന്നേ പറഞ്ഞ കണക്ക് എൻ്റെ അടുത്ത് പലരും പറയാണ്, എൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് എൻ്റെ ഗ്രൂമിങ്ങിന് വരുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ട്, വീഡിയോയിൽ കാണുന്ന സമയത്ത് പെൺകുട്ടികളെ പോലെ വാക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെയാണ് വാക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം പല ആളുകളുടെ മൈൻഡില് ഒരു പെൺകുട്ടിയെ പോലെ ഒരാൾ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരാളായിരിക്കും, അങ്ങനെ ഫെമിൻ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കും, ഒരു ആൺകുട്ടിയെ പോലെ വാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പറയണു, എന്റെ പ്രൊഫഷന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതിൽ ഒരിക്കലും എനിക്കൊരു ഫെമിൻ ടച്ചോ അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഉറങ്ങുന്ന ഒരു ഫീമെയിൽ ഇല്ല. അപ്പം എന്റെ അഹങ്കാരം അതാണ്. എന്റെ ടാലന്റ് വേറെ ആക്കില്ല. ഞാൻ ഈ ടാലന്റ് യൂസ് ചെയ്ത് എനിക്ക് എന്തും നേടാം, എന്റെ ഇൻഡസ്ട്രിയിൽ എനിക്ക് എന്തും നേടാൻ പറ്റും. ആ ഒരു അഹങ്കാരം എനിക്കുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നേരത്തെ പറഞ്ഞ ഒരു വുമൺ എൻ്റെ അലിഗേഷൻ വന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടി വന്നതിന് ശേഷം ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ കുറച്ച് ആൾക്കാരും വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി ആ ഒരു ഇൻസിഡന്റ്? എന്താണ്, അല്ലെങ്കിൽ അതിന് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് അമീൻ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഇൻസിഡന്റിന്റെ ടോട്ടൽ ഒരു വ്യൂ നോക്കാനാണെങ്കിൽ പറയാനാണെങ്കിൽ, ഞാൻ മീനാക്ഷി ഇവിടെ ഇരിക്കുന്നോണ്ട് പറയില്ല, ഒരു ആണിനെ തകർക്കാൻ ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നതിന്റെ വലിയ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ. കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നത് കൊണ്ട്, പിന്നെ ഈ പറയുന്നത് ദൈവം കുറെ കാര്യങ്ങളൊക്കെ എന്റെ ഭാഗത്ത് നിന്ന് വെച്ചത് കൊണ്ട് ഞാൻ കുറെ എവിടുന്നോ ഒന്ന് സ്കിപ്പായി. അതിൽ നിന്ന് നമുക്ക് ഊരി പോരാൻ പറ്റി. അതുകൊണ്ട് നമുക്കൊരു ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മുന്നേ ഈ രീതിയിലും എന്നെ ഒന്ന് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നോക്കിയായിരുന്നു. അടുത്ത എന്റെ പെൺകുട്ടി എന്ന ലെവലിലേക്ക് മാത്രമാണ് ഇവർക്ക് പറ്റിയത്. ഇതിന്റെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഒരു 2022 കുട്ടീനെ
ഞാൻ ചെന്നൈയിൽ അത് നമുക്കൊരു കമ്പനിയുടെ ഷോയിൽ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ചെന്നൈയിൽ ഷോ ചെയ്യുന്നത്. അപ്പം ചെന്നൈയുടെ ഷോയ്ക്ക് വേണ്ടി നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറെ ബോയ്സിനും ഗേൾസിനും എല്ലാം കൊണ്ടുവരുന്നു. അപ്പം നമുക്ക് ഒരു മോഡൽ ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ സൈഡിലും കൂടെ കുറച്ച് ഇപ്പൊ ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് 1-2 മോഡൽസിനെ നോക്കിയായിരുന്നു. 3 മോഡൽസിൽ നിന്ന് ഒരാളായിരുന്നു ആയിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത്, ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് കുട്ടിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ത്രൂ അറേഞ്ച് ചെയ്തു. അന്ന് നമ്മൾ ചെന്നൈ ഹോളിഡേയിലായിരുന്നു. നമ്മുടെ എല്ലാവർക്കും 2 റൂംസിൻ്റെ അകത്ത് വെച്ച് ആളുകൾക്ക് സ്റ്റൈലിംഗ് ചെയ്ത് കൊടുക്കുക, മേക്കപ്പ് എല്ലാം അവിടെ. അങ്ങനെ നടന്ന കുട്ടീനെ ഞാൻ പരിചയപ്പെടുന്നു. 2022 കണ്ടതല്ലാതെ ഇന്നീ നിമിഷം വരെ ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടേ ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. അന്നാണ് ആദ്യം അവസാനമായിട്ട് ഞാൻ കുട്ടിയെ കാണുന്നത്. ഓക്കെ, സോ കുട്ടിയെ കണ്ട് ഏകദേശം ഒരു 1 ഇയർ തോന്നുന്നു, 1 ഇയർ ആ സമയത്താണെന്ന് തോന്നുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ മീൻ നമ്മൾ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വർക്കുകൾ വരികയാണെങ്കിൽ ജസ്റ്റ് പറയണം. അപ്പം ആൾ ആക്ച്വലി മുംബൈക്കാരിയാണ്. ചെന്നൈയിൽ പഠിക്കുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത്. ആ സമയത്താണ് മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തോ ചെറിയ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ജോലി എന്തെങ്കിലും ഉണ്ട്, വർക്ക് എന്തെങ്കിലും പറയാം. അപ്പൊ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടാണ്. പല കൺട്രീസിൽ പല ജോബ് റിക്വയർമെന്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇൻഫോ പാർക്കിനോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻഫോ പാർക്ക് റിലേറ്റഡ് ആയിട്ടും കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ ജോബ് റിലേറ്റഡ് ആയിട്ടും ആക്ടിങ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യാറുണ്ട്. അപ്പം എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കിയാലും യൂട്യൂബിൽ എടുത്ത് നോക്കിയാലും പല രീതിയിൽ ജോബ് ഹയറിംഗ് ചെയ്യാറുണ്ട്. പല കൺട്രീസിലെ ജോബ് എല്ലാം ചെയ്യാറുണ്ട്. ബിക്കോസ് പല കണക്ഷൻസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ നമുക്ക് വന്നിട്ടുള്ള ലിസ്റ്റുകൾ അയച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ജോബിന്റെ വർക്ക് വന്നിരിക്കുന്ന വർക്ക്. ഇതിൻ്റെ അകത്ത് ആഡ് ഷൂട്ട് ഉണ്ട്, ആൽബം ഷൂട്ട്സ് ഉണ്ട്, മൂവിയുടെ വന്നിട്ടുണ്ട്, മറ്റേ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് കൊണ്ടുപോകും. അത് സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ പോയി നിന്നിട്ടുള്ളൂ. എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. അപ്പൊ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ വന്നിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. പക്ഷെ അത് കേരളത്തിലാണ്. അവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഈ 1000 രൂപ 1500 രൂപയ്ക്ക് കൊണ്ട് വന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ജോബുകളെന്ന് വെച്ചാൽ ക്ലബിന്റെ ഡാൻസിന്റെ നമുക്ക് വരാറുണ്ട്. അതെടുക്കാനുള്ള റീസൺ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ അകത്തുള്ള ആയതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ക്ലബിലെ ഡാൻസും കാര്യങ്ങളും എങ്ങനെയാണ് എൻ്റെ സാലറി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവർ ഡയറക്റ്റ് അറിയില്ല, അവർ വന്ന റിക്വയർമെന്റ് ആണ്. ഞാൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽസ് അയക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മന്ത്ലി ഒരു 60 മുതൽ 70 വരെ സാലറിയാണ്, ഡിപ്പെൻസ് ഓൺ അവരുടെ ഡാൻസിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട്. അപ്പം ഞാൻ ഈ ഡീറ്റെയിൽ അവർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, ഡീറ്റെയിൽ അയച്ചു കൊടുത്തു. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പാസ്പോർട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോളൂ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ തരാറില്ല. മൂവി ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ഞാൻ. പക്ഷേ ഡാൻസിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അവരുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് പറഞ്ഞു. ഞാൻ പോസ്റ്റർ ഒക്കെ ഇടുവരും ലൈവായിട്ട്, ഡാൻസിന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിൽ ഇപ്പോഴും എൻ്റെ പോസ്റ്റർ അവിടെ കാണും. പുള്ളിക്കാരി ഇപ്പം അന്ന് പാസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആള് ഞാൻ പറഞ്ഞു എനിക്ക് പാസ്പോർട്ട് ഇല്ല, പോയി. ഒരു 6 months 7 months ശേഷം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമീൻ ഇപ്പോഴും ആ ജോബ് അവൈലബിൾ ആണോ? ഞാൻ പറഞ്ഞു ഇത്ര ശേഷം എൻ്റെ അടുത്ത് ഒന്നും ജോബ് അവൈലബിൾ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് എൻക്വയറി ചെയ്തപ്പോൾ 3 പേർക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് പാസ്പോർട്ട് ഇല്ലാത്ത പറഞ്ഞു പോയത് കൊണ്ട് തന്നെ ഞാനും അത് വിട്ടു, എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു പാസ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നതും മുതൽ പാസ്പോർട്ട് എടുത്ത് തിരിച്ച് കയ്യിൽ വരുന്നവരെ ഗൈഡ് ചെയ്ത ഞാനാണ്. ആള് വന്നു. അപ്പൊ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചില പ്രൊസീജിയർ ഉണ്ട്. അപ്പം ഈ കുട്ടി പറഞ്ഞു പാസ്പോർട്ട് എടുത്തു. പാസ്പോർട്ട് ഈ കുട്ടി മുംബൈയിലായതുകൊണ്ട് എൻ്റെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവർ പറയുന്നത്, പാസ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്ത ശേഷം പൈസ തരില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് അമീൻ എനിക്ക് എന്തായാലും ജോലി ആവശ്യമാണ്, ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആണ്, ഹെൽപ്പ് ചെയ്തേ പറ്റുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അമീൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾക്ക് അറിയില്ല, അമീൻ വേണമെങ്കിൽ റിസ്ക് എടുത്തോളൂ, ആ കുട്ടിയുടെ പാസ്പോർട്ട് മേടിക്കാതെ തന്നെ പൈസ കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഓ, പാസ്പോർട്ടിനായിട്ടുള്ള ഫണ്ടാണ് അല്ല, അത് പൈസ പാസ്പോർട്ട് മേടിച്ച് വെക്കുന്നതെന്ന് വെച്ചാല് ഇപ്പം മീനാക്ഷി എനിക്ക് അറിയില്ല, ടിക്കറ്റും കാര്യങ്ങളൊന്നും കൺഫേം ആകാത്ത. പക്ഷെ ഇവർക്ക് പൈസ പർച്ചേസിന് കൊടുക്കുന്ന സമയത്ത് ഇവർ ആ പൈസ കൊണ്ട് മുങ്ങിയാലോ എന്നുള്ള പേടിയിലാണ് പാസ്പോർട്ട് ജസ്റ്റ് വാങ്ങിച്ചു. ഇത് ടിക്കറ്റ് എടുത്ത് പോകാൻ നേരത്തെ ഇവിടെ എയർപോർട്ട് ഇഷ്യൂ കൊടുക്കും. ഓക്കെ, അപ്പം പാസ്പോർട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പം അമീൻ എന്നെ ട്രസ്റ്റ് ചെയ്യാം, ഞാൻ ഒരിക്കലും ഇതാക്കത്തില്ല. അപ്പം പൈസ വാങ്ങിച്ചപ്പോൾ എത്ര രൂപ വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ 50,000 രൂപ വേണമെന്ന്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ 50,000 രൂപ കൊടുത്തു. അപ്പം ഞാൻ കമ്പനിയിൽ വിളിച്ച് പറയുന്നത് ഞാൻ ആ കുട്ടിക്ക് 50,000 രൂപ കൊടുത്തിട്ടുണ്ട്, ആ കുട്ടിയുടെ സാലറി വരുന്ന സമയത്ത് കൊടുക്കാതെ എന്നെ ഒന്ന് വിളിച്ച് പറയണേ. അപ്പൊ സാലറി അപ്പൊ അവർ പറഞ്ഞു ഓക്കെ അമ്മ അതിന്റെ കാര്യത്തിൽ പേടിക്കണ്ട, ബിക്കോസ് ഞങ്ങൾ ഫ്രണ്ട്സാ, ഞങ്ങൾ പ്രൊഫഷണൽ സൈഡ് നോക്കുന്നതല്ലാത്ത പേഴ്സണലി ഞങ്ങൾ ഫ്രണ്ട്സ് അറിയാവുന്നവരാണ്. അങ്ങനെ കുട്ടി പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തു എന്നുള്ള പേരിൽ പർച്ചേസ് ചെയ്തിരുന്നില്ല, എന്തൊക്കെ ചുമ്മാ
ജസ്റ്റ് ഓക്കെ ഒരു തട്ടിപ്പ് പോലൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ അറിയണില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ആള് ഇവിടുന്ന് കേറി പോകുന്നതിന് മുന്നേ വെച്ച് പറയുന്നത്, ഞാൻ ആകെ ഒരു മണ്ടത്തരം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഭാഗമായിട്ട് നിന്നു. പുള്ളിക്കാരി എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഫ്രണ്ട് ആയതിന്റെ പേരിൽ തന്നെ എഗ്രിമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിരുന്നില്ല. ആൾ ഇവിടുന്ന് കേറിപ്പോയി അവിടെ ചെന്ന് ഫസ്റ്റ് ദിവസം തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ പുള്ളിക്കാരി സിഗരറ്റ് എന്ന് പറയുന്ന സാധനം അഡിക്റ്റഡ് ആണെന്ന് അന്നാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞു 2022 കണ്ടല്ലാത്ത പക്ഷെ എനിക്ക് പുള്ളിക്കാരി നേരിട്ട് പരിചയമില്ല. ഒരു ഷോയിൽ കാണുന്നുള്ളൂ. ഷോയിൽ കാണുന്ന സമയത്ത് ആള് ഭയങ്കര ഡീസെന്റ് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മൾ നിൽക്കാറ്. ആള് ഡ്രഗിന് അഡിക്റ്റ് ആണ്, ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആണ്, സിഗരറ്റിന് അഡിക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ അന്നാണ് മനസ്സിലാവുന്നത്. ആള് അവിടെ പോയി സിഗരറ്റ് കൊടുത്തു. ഓക്കെ, നോർമലി ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ, സിഗരറ്റ് കൊടുത്തു. പക്ഷെ ആൾക്ക് ഡ്രിങ്ക്സും ഡ്രഗും യൂസ് ചെയ്യാൻ ആള് അൺകോൺഷ്യസ് ആവാൻ തുടങ്ങി. ആൾക്ക് അങ്ങോട്ട് എന്ത് പറയണം ഏത് പറയണം എന്നറിയില്ല. ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്റെ ഒരു പെൻഡ്രൈവ് മൊത്തം ഫോൾഡറാണ്. റൂമിൽ കിടന്നോ റൂംമേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളെ തെറി വിളിക്കുന്നത്, ആൻഡ് പ്ലസ് പുള്ളിക്കാരിക്ക് എന്താ പറയാ തെറി വിളിക്കുന്ന കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട്, എല്ലാം വിൽക്കണം. അങ്ങനെ ഒരു വിധത്തിലും റൂമിലുള്ളവർക്കാണെങ്കിലും ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരി ജോലിക്ക് പോയിട്ട് സ്റ്റിൽ 1 വീക്കായിട്ടും ജോലിക്ക് കയറുന്നില്ല. അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നൈറ്റ് 9 o'clock to early morning 3 o'clock വരെയാണ്. നൈറ്റ് ക്ലബ് ആയതുകൊണ്ട് തന്നെ ഡാൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പറയുന്ന മറ്റേ ബെല്ലി ഡാൻസോ അതൊന്നുമല്ല. നമ്മുടെ നോർമൽ ഇന്ത്യൻ വെയർ അവർക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം, അവർക്ക് ഇഷ്ടമുള്ള ഡാൻസ് സോങ്, അങ്ങനെയാണ്. കാരണം എന്റർടൈൻമെന്റ് സെക്ഷൻ ആണല്ലോ അത്. ഈ പറയുന്ന നമ്മുടെ വൾഗറായിട്ട് ഡാൻസുകളൊക്കെ അങ്ങനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ പബ്ലിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ജോബ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്ന കുട്ടികൾ അത്രയും സേഫ് ആയതുകൊണ്ടാണ് ഞാനെന്ന് പറയുന്ന ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫേക്ക് ആണെന്ന് ഞാൻ പരിപാടി നോക്കാറില്ല. ബിക്കോസ് നമ്മൾ 10 പേര് അറിയാം. ഒരു കുട്ടി ഈ എന്ന് പറഞ്ഞ കുട്ടി ആ പേര് പറഞ്ഞ അമീൻ റഷീദ് എന്നൊരു പേരായതുകൊണ്ടാണ് ഇത്രയും ആളുകളിലേക്ക് എത്താൻ ട്രൈ ചെയ്യാൻ. ഇത് ആരും അറിയാത്തൊരു പേര് ഞാൻ അവിടെ വെച്ച് തീർന്നു, മൈൻഡ് ചെയ്യില്ല ആരും. അപ്പോൾ ആ കുട്ടീനെ ഭയങ്കര അൺകോൺഷ്യസ് ആയി എല്ലാവരും റൂമിൽ നിന്ന് പോയാലും ഈ കുട്ടി വർക്കിന് പോലെ ഈ കുട്ടി പോലെ. അങ്ങനെ വർക്കിന് പോകാതിരുന്ന സമയത്ത് ഈ കുട്ടി നമ്മുടെ വില്ല മീൻസ് നമ്മുടെ PG ആണ്. എല്ലാവർക്കും ഒരു റൂമിൽ 3 പേര് 4 പേരുണ്ടാകും. ഈ റൂമിൽ നിന്ന് ഈ കുട്ടി ഇറങ്ങി ഓടി. റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് അവിടുത്തെ മാനേജർ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഈ കുട്ടി എങ്ങോട്ടും ഇറങ്ങി ഓടി, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എവിടെയെന്ന് അറിയില്ല, അബുദാബി എന്ന പോലെ കൺട്രിയാണ്. ഇട്ട ഡ്രസ്സിൽ ഇറങ്ങി ഓടിക്കളഞ്ഞു ആള്. പാസ്പോർട്ട് കയ്യിലില്ല, ഒന്നുമില്ല, ഫോണും എടുത്ത് ഈ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഈ കുട്ടി പോയതിന് ശേഷം നെക്സ്റ്റ് ഡേ എനിക്കൊരു കോൾ വന്നു. ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടില്ല. നെക്സ്റ്റ് ഡേ, അതായത് ഏർലി മോർണിംഗ് ഒരു 3 മണിക്കൊക്കെ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മൾ വീട്ടിൽ നമുക്ക് ടെൻഷനായി. ഒരു വെളുപ്പിന് ഒരു നെക്സ്റ്റ് ഡേ ഒരു മോർണിംഗ് 10 മണിയായപ്പോൾ കാണാം അവിടുത്തെ നമ്മുടെ ഈ ആശാ വർക്കർ പോലെ, നമ്മുടെ നാട്ടിലെ ആശാ വർക്കർ പോലെ ആള് ശ്രീലങ്കൻകാരനാണ്. അപ്പൊ ആൾക്ക് തമിഴാണ് ആള്, മലയാളം സംസാരിക്കും, പറയുന്നത് മനസ്സിലാവും. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ആളാണ്, പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, ആളുടെ നമ്പർ എൻ്റെ ഉണ്ട്. അപ്പൊ ആള് വിളിച്ചിട്ട് അമീനല്ലേന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ ആള് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്, മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. ആ കുട്ടീനെ ലൈക്ക് എന്താ പറയാ ഇങ്ങനെ മറ്റുള്ളവരടുത്ത് വിൽക്കാൻ ശ്രമിക്കുന്നു, എന്താ പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് സംസാരിക്കും. എന്താണ് അപ്പൊ ഞങ്ങൾ നടന്ന കാര്യങ്ങൾ മുതലെല്ലാം പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരുടെ അവിടുത്തെ CC ക്യാമറ എല്ലായിടത്തും, ടോയ്ലറ്റിലും റൂമിലും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അവിടെ CC ക്യാമറ. നമ്മുടെ PG CC ക്യാമറ വിഷ്വൽസ് അയച്ചു കൊടുത്തു. ഈ കുട്ടികൾ റൂമിൽ കിടന്ന് തെറി വിളിക്കുന്നെല്ലാം അയച്ചു കൊടുത്തു. പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ, പാസ്പോർട്ടും കാര്യങ്ങളും. ഞങ്ങൾക്ക് ആ കുട്ടീനെ വേണ്ട, കാരണം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ ഇത്രയും മുടക്കി ഒരാളെ കൊണ്ടുവന്നൊരു 10 രൂപയുടെ ലാഭം ആ കുട്ടി ജോലി ചെയ്തിട്ട് ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുട്ടീനെ വേണ്ടി തിരിച്ചു കയറ്റി വെക്കാൻ ഞങ്ങൾ റെഡിയാണ് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു ഓക്കെ. നെക്സ്റ്റ് ഡേ ഇയാൾ വിളിച്ചിട്ട് അമീൻ പറഞ്ഞത് ഭയങ്കര, ഈ കുട്ടി വാ തുറന്ന കള്ളമേ ഉള്ളൂ പറയുന്നത്, പുള്ളിക്കാരി സിഗരറ്റിനടിയാണ്, പ്ലീസ് എങ്ങനെയെങ്കിലും വന്ന് ഇവിടെ നിന്ന് ആ കുട്ടീനെ കൊണ്ടുപോകൂ എന്ന് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു അവിടുത്തെ ആശാ വർക്കർ. ഈ കുട്ടി എന്നിട്ട് ഞങ്ങൾ വിളിക്കാൻ ചെന്ന സമയത്ത് ഈ കുട്ടി വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. എന്നിട്ട് വേറെ ഒരു തമിഴുള്ള ഒരു കുട്ടി എന്നിട്ട് അവിടെ ചെന്ന് ഫേക്ക് ആയിട്ട് ടിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഈ പോലീസുകാർ ഇത് കണ്ടുപിടിച്ചു. പോലീസുകാർ കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ വീണ്ടും കൊണ്ടുവന്ന് ഞങ്ങൾ പാസ്പോർട്ട് എടുത്ത് തിരിച്ച ആളെ നാട്ടിൽ കിട്ടി അയച്ചു. വേണ്ട, കാരണം ഇല്ല, കാരണം യൂസ് ഒന്നുമില്ല. അങ്ങനെ ആള് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് എൻ്റെ ഈ കൊടുത്ത 50,000 എൻ്റെ കിട്ടാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ആള് ജോലിക്ക് പോകുന്നില്ല, ആർക്കും തിരിച്ചു വരാൻ നിവൃത്തിയില്ല, ഒന്നുമില്ല. ഞാൻ പറയാം എൻ്റെ പൈസ തിരിച്ചു വേണം, എനിക്ക് കുറച്ചായിട്ടെങ്കിലും തിരിച്ചു തരണം, എനിക്ക് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞപ്പം ആള്
ഈ നിങ്ങൾ കാണുന്ന പ്രശ്നം ഒരു പീക്ക് പോയിന്റ് ആയപ്പോൾ ഇതിന് മുന്നേ ഒരു 6-7 മാസം 5-6 മാസം മുന്നേ വന്നത് കേരളത്തിലുള്ള അസോസിയേഷൻസ് ഉണ്ട്. 2 അസോസിയേഷൻ കേരളത്തിലുണ്ട്. IMFA എന്ന് പറഞ്ഞ മോഡലിംഗ് അസോസിയേഷൻ ഉണ്ട്, EM എന്ന് പറഞ്ഞ അസോസിയേഷൻ ഉണ്ട്. ഈ IMFAയുടെ അസോസിയേഷനിൽ കയറി എൻ്റെ എതിരെ കംപ്ലൈന്റ് ചോദിച്ചു. ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അന്യ കൺട്രിയിലേക്ക് ഗേറ്റ് ചെയ്യിച്ച് വിൽക്കാൻ ശ്രമിച്ചു എന്നൊക്കെ, വിൽക്കാൻ ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അപ്പോൾ ഈ IMFAയുടെ അസോസിയേഷനിലുള്ള ആളുകൾ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് ഇടുന്നത് 1000-1200 മെമ്പേഴ്സ് കാണുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അകത്താണ് ഈ കുട്ടികൾ ഈ സാധനം ഇടുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് തിരിച്ചുള്ള കോൾസ് വരുന്നു. അപ്പം ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അദാലത്ത് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി IMFAയുടെ ലീഡിങ് ആളുകളെ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു. എൻ്റെ ഭാഗത്തുള്ള മുഴുവൻ പ്രൂഫും ഞാൻ കൊടുത്തു. ആ കുട്ടിയുടെ ചോദിച്ചപ്പം ആ കുട്ടിയുടെ പ്രൂഫില്ല. ഞാൻ ആ കുട്ടീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ കുട്ടി ആകെപ്പാടെ 2022 നേരിട്ട് കണ്ട ലൈവ് ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല, സംസാരിച്ചില്ല. അപ്പോൾ ആ കുട്ടിയുടെ ചോദ്യം എങ്ങനെയാണ് പിന്നെ മീൻസ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്? കുട്ടി ബ്ലാങ്കായി. അങ്ങനെ ആ പ്രശ്നം അവിടെ പോയി. പക്ഷെ പറയാം ഈ അസോസിയേഷൻ ഒന്നുമില്ല. അസോസിയേഷൻ എന്ന് പറയുന്നത് കേരളത്തിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് വെറുതെയാണ്. അസോസിയേഷൻ കാര്യം കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ഉപകാരവും ഇല്ലാത്ത കുറെ, എനിക്ക് എന്റെ ലാംഗ്വേജ് പറയണമെന്നുണ്ട്, അത് പറയണില്ല. അങ്ങനെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു അസോസിയേഷൻ ഇവിടെ തുടങ്ങി വെച്ചതെന്ന് എനിക്ക് അറിയില്ല. ഇവിടുത്തെ ഇപ്പം മൂവി ഇൻഡസ്ട്രിയിൽ അമ്മ പോലെ അസോസിയേഷൻ എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ IMFA എന്ന് പറയുന്ന അസോസിയേഷൻ ആണെങ്കിലും AM എന്ന് പറയുന്നത് AM കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഭാഗം നോക്കണ്ട. IMFA ആക്റ്റീവ് ആണ്, ബട്ട് എന്താ യൂസ് ചെയ്യുന്നത്? 1000-1200 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് എന്നെ പറ്റി ഒരു ബാഡ് ആയിട്ടുള്ള കാര്യം ഇട്ടിട്ട് എൻ്റെ ഭാഗം ശരിയാന്ന് അറിഞ്ഞിട്ട് അത് ഗ്രൂപ്പിൽ നിന്ന് പോലും ഡിലീറ്റ് ചെയ്ത് കളയാൻ കൂട്ടാക്കാത്ത പലരുമാണ് ആ അസോസിയേഷനിലുള്ളത്. അങ്ങനെ അതും ഈ പറയുന്നവർക്ക് ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടൊരു പേഴ്സൺ ആണ്. ഈ അസോസിയേഷൻ്റെ അത് ഇല്ലാത്ത ഒരാളാണ്. അവരെന്നെയും ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നതിന്റെ ഭാഗം അവർക്ക് കിട്ടിയൊരു കത്തിത്തുരുമ്പ് അവരത് യൂസ് ചെയ്തു. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ വീഡിയോ ഇട്ടു. അതിനുശേഷം അത് ഓൾറെഡി അവിടെ കഴിഞ്ഞു, എൻഡായി, ബ്ലോക്ക്. കാരണം എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എന്നെ ഞാൻ ചോദിച്ച പൈസയുടെ പേരിലാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് കുട്ടികൾ പരാതി പറയാറുണ്ടല്ലോ, ചേട്ടാ മോഡലിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ അപ്രോച്ച് വന്നു, ഈ രീതിയിൽ അപ്രോച്ച്. ഇന്നലെയും കൂടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വേണമെങ്കിൽ നമ്പർ കാണിച്ചു തരാം. ചേട്ടാ ഒരു കമ്പനിയിൽ നിന്ന് എൻ്റെ പൈസ മേടിച്ചിട്ട് 3 മാസമായിട്ട് ഷോ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇന്ന് വേണമെങ്കിൽ ചാറ്റ് കാണിച്ചു തരാം. നമ്പറോ പേരോ പറയാൻ താല്പര്യം, ചാറ്റ് കാണിച്ചു തരാം. ആ കമ്പനി ഏതാണെന്ന് ആ കുട്ടി എനിക്ക് അയച്ച ലിസ്റ്റ് ഉണ്ട്, ആ കമ്പനിയുടെ ഓണറിന്റെ പേരെന്ന് എല്ലാം കൂടെ കാണിച്ചിട്ട് സാധനമുണ്ട്. ഇതെനിക്കൊന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം അയച്ചെന്ന് തോന്നുന്നു. 1000 രൂപയാണ് ആ കുട്ടിയുടെ നിന്ന് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അത് തിരിച്ചു കൊടുത്തിട്ടുമില്ല. ചോദിക്കുന്ന സമയത്ത് ഫാഷൻ ഷോ തരാന്ന് പറഞ്ഞാൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഷോയിൽ പോകുന്ന സമയത്ത് മിസ്ബിഹേവ് ചെയ്യുക, ഈ രീതിയിലാണ്. പിന്നെ പറയുക മോഡൽസിനെല്ലാം ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3-4 മാസം കഴിയുമ്പോൾ കാണാം, ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് കുട്ടികൾ പരാതി വന്ന ഞാനൊരു വീഡിയോ ഇട്ടു. 100-ൽ 20% മാത്രം ചില മോഡലിംഗ് കമ്പനികൾ മോഡൽസിന് വാഗ്ദാനങ്ങൾ കൊടുത്തു. ലൈക്ക് ഞങ്ങളുടെ കമ്പനിയുടെ ഒഫീഷ്യൽ മോഡൽ ആയിക്കോളാം, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കാറ്, ബൈക്ക്, സ്റ്റേ ചെയ്യാൻ വീട് എല്ലാം ഞങ്ങൾ തന്നോളാം, ഞങ്ങളുടെ കമ്പനിയുടെ 1 ഇയർ മോഡൽ ആവണം, നിങ്ങൾക്ക് വേണ്ടത്ര പൈസ തരാം, വർക്ക് തരാം, പക്ഷെ നിങ്ങൾ ഞങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് ഞങ്ങൾക്ക് വരുന്ന മോഡൽ. ഇതിൽ 3, 4, 5 പേരായിട്ട് ഞങ്ങൾക്ക് എൻ്റെ അടുത്തൊന്ന് പറയാൻ തോന്നി. ലാസ്റ്റ് ഒരു കുട്ടി ഒന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇവനെ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കമ്പനി അപ്പൊ ചേട്ടാ പറഞ്ഞു, ചേട്ടാ ദയവ് ചെയ്ത് ഇത് ഒരു ഇഷ്യൂ ആക്കരുത്, ലൈക്ക് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് എന്നോട് ഈ വിളിച്ച് സംസാരിച്ച ആൾ പറഞ്ഞു. ഞാൻ പറയും ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടും, ഞാൻ പേര് പറയത്തില്ല, ബട്ട് എന്നാലും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ പോലെ ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 100-ൽ 20% മാത്രം കമ്പനികൾ ഇവിടെ പല കുട്ടികളെയും ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ തന്നെ അപ്രോച്ച് വരുന്ന സമയത്ത് ഒന്നി മുന്നേ അവിടെ വർക്ക് ചെയ്ത കുട്ടികളോടോ അല്ലെങ്കിൽ വർക്ക് ചെയ്ത കുട്ടികളോടോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരോടോ നിങ്ങളൊന്ന് എൻക്വയറി ചെയ്യുക. ഓക്കെ, എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം അവിടെ പോവുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലിയോട് പറയുക. ഇൻ കേസ് അവർ ബാഡ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനോടോ ലീഗലോ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട്. ആരുടെയും പേര് മെൻഷൻ ചെയ്തില്ല, ഒന്നും മെൻഷൻ ചെയ്തില്ല. ഇതിന്റെ താഴെ എന്ന് പറയുന്ന ആള് മുന്നേ കേരളത്തിൽ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ മോഡലായിട്ട് നിന്നും ആൻഡ് പ്ലസ് ഒരു കൊറിയോഗ്രാഫറായിട്ട് വന്ന് മോഡലിംഗ് എല്ലാം നിർത്തി പിന്നെ പറഞ്ഞ കണക്ക് ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ടാവണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റേബിൾ ആവാത്തതുകൊണ്ടാണ് ആൾ പുറത്തേക്ക് ദുബായിലേക്ക് എല്ലാ മോഡലിംഗ് ഒക്കെ നിർത്തി ജോലിക്ക് പോരുന്ന ആളാണ് അജു അജ്മൽ എന്ന് പറയുന്നത്. ആൾ മുന്നേ ഇവിടെ കേരളത്തിൻ്റെ 12 മോഡലിംഗ് കമ്പനീസിൽ മോഡലായിട്ട് നിന്നു പിന്നെ കൊറിയോഗ്രാഫറായിട്ട് വന്ന ഒരാളാണ്. ചെറിയ പയ്യനാണ്, ഐ തിങ്ക് ഒരു 23, 22, 24 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. എൻ്റെ കമന്റ് ബോക്സിൻ്റെ അകത്ത് ആ വീഡിയോ തൊട്ടതായിട്ടൊന്ന് കമന്റ് ചെയ്തു, അമീനും ഇങ്ങനത്തെ സ്കാം നടത്തുന്ന കമ്പനികളുടെ പാർട്ടല്ലായിരുന്നു.
അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ഒരു ഫ്രീലാൻസർ കൊറിയോഗ്രാഫറാണ്. എൻ്റെ എമൗണ്ട് പറഞ്ഞ് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ ആ എമൗണ്ട് തന്ന് അവരെന്നെ കൊറിയോഗ്രാഫിക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ആ കമ്പനിയുടെ സ്കാമ്പിൻ്റെ പാർട്ടാവും. ഓക്കെ, ഞാൻ പോകുന്നു, കൊറിയോഗ്രാഫി കഴിയുന്നു, തിരിച്ചു വരുന്നു. ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ സ്കാമിന് കൂട്ടി നിന്ന കമ്പനികളുടെ പേര് പറയാൻ പറഞ്ഞപ്പം ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന 1-2 മോഡലിംഗ് കമ്പനീസ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള മോഡലിംഗ് 2-3 കമ്പനിയുടെ പേര് വന്ന് ഇവൻ ലൈവായിട്ട് മെൻഷൻ ചെയ്തു. മെൻഷൻ ചെയ്തു. അങ്ങനെ ഈ മെൻഷൻ ചെയ്തപ്പോൾ ഈ കമ്പനി ഇവരടുത്ത് ചോദ്യമായിട്ട് ചെന്നു. കാരണം ഒന്നും അറിയാത്ത കമ്പനികളെ കുറെ പേര് മെൻഷൻ ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ആൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ അങ്ങോട്ട് പോകുന്നത് ആൾക്ക് ഒരു റീച്ച് വേണം. അപ്പം ഞാൻ അടുത്ത വീഡിയോ ചെയ്തു, ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ ഇട്ടു. അപ്പം 3 വർഷം മുന്നേ നടന്ന കഥയാണെങ്കിൽ 3 വർഷം മുന്നേ ആക്റ്റീവ് വരുന്ന മോഡലിംഗ് കമ്പനിയാണ് മെൻഷൻ ചെയ്തത്. അപ്പൊ അന്ന് മുതൽ അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഈ കമ്പനിയുടെ പേര് മുന്നേ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഒരു അവയർനെസ് വീഡിയോ ഇട്ടില്ല, പേര് പറയണം നിർബന്ധമില്ല. ഞാൻ ചെയ്തൊരു അവയർനെസ് വീഡിയോ ഇനി പോകുമ്പോൾ നോക്കി കണ്ടുപോയി ഇങ്ങനെ കുറെ കാര്യങ്ങളോട് നടക്കുന്നുണ്ട്. 100-20% മാത്രം കമ്പനിയുടെ പേര് ഉണ്ടാകും. ഇത് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടതും എന്താ പറയാ, വീഡിയോ ഇട്ട് ഒരു നൈറ്റ് ഒരു 10 മണിയാകുമ്പം ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് വാട്സപ്പിൻ്റെ അത് കോൾ വരുന്നു. ഹായ് മീൻ, അസ്സലാമു അലൈക്കും, ഞാൻ ആണ്. ഓക്കെ, പേപ്പർ പറഞ്ഞു. ഞാൻ പറയുന്ന ആക്കളെ ഞാൻ കുറെ ഷോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ളൂ. ഒറിജിനൽ നെയിം ഓക്കെ, ആളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാപ്പൽ ലിസ്റ്റ് അടിച്ച് കിടക്കുന്ന കേരളത്തിലൊന്നും കാലുകുത്താൻ പറ്റാത്ത കുറച്ച് വ്യക്തികളാണ്. പോലീസ് കേസും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയുന്നത് പുള്ളിയുടെ ഫ്രണ്ടും ബ്രദറിനൊക്കെ പോലെ കുറെ ഷോസിൽ അജു ആണ് ഇവർക്ക് മെക്സ് എന്ന് പറഞ്ഞൊരു ഫാഷൻ ഹബ് മോഡലിംഗ് കമ്പനി ഉണ്ട്. അതിന്റെ ഓണറാണ്. പേര് മാറിയപ്പോൾ ആള് കൊല്ലംകാരനാണ്. അപ്പം അവന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്നെ വിളിച്ചിട്ട് പറയും വീഡിയോ ഇടും നീ മറ്റേ എന്താ പറയാ പുറം രാജ്യത്ത് പെമ്പിള്ളാരെ കയറ്റി വെച്ച് വിൽക്കാൻ ശ്രമിക്കുന്നതല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന വ്യക്തിനെ പൊക്കിക്കൊണ്ട് വന്ന് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാനാണ്. ഓക്കെ ശരി, ഞാൻ പറഞ്ഞു നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നീ ചെയ്യാനുള്ള ചെയ്യും. കൃത്യം 3-ാമത് ദിവസം വീഡിയോ വരുന്നു. മറ്റേ അതായത് ഹെൽപ്പ് ചോദിച്ചോണ്ട വീഡിയോ. അണ്ണാ എന്നെ ഹെൽപ്പ് ചെയ്യണം, അമീൻ റഷീദ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ പുറം രാജ്യത്തേക്ക് കൊണ്ടു. അതായത് ആള് കരയുന്ന കണക്ക്. പക്ഷെ ആ വീഡിയോ നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയില്ല. ആള് സ്ക്രിപ്റ്റ് പറയുന്ന കണക്കാണ് പറയുന്നത്, വായിക്കുന്ന പോലാണ്. ഇത് അല്ല ഇട്ടത്, പേജിൽ ഇട്ടത്. 2-3 പേരെ മെൻഷൻ ചെയ്ത് കൊള്ളാബിട്ട് അങ്ങനെയാണ്. ഇതാണ് ആക്ച്വലി റീച്ച് ആയത്. ഓക്കെ, ആക്ച്വലി ഇവർ റീച്ച് ആക്കിയതാണ്. ഇതിന്റെ പുറകെ ഇവൻ കുറെ വീഡിയോ ഇട്ട് തുടങ്ങി. ഞാനിത് ആക്ച്വലി ആദ്യം റിയാക്ട് ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ ഡയറക്റ്റ് ലീഗലി പോയി. എൻ്റെ അടുത്ത് ഇപ്പോഴും ലീഗലി ഞാൻ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല. ആൻഡ് പിന്നെ ഞാൻ പുറത്ത് പറയാത്ത വേറെ കുറെ കാര്യങ്ങളോട് ഞാൻ ഇന്നിപ്പോൾ പറയാം. അങ്ങനെ ഇത് ഭയങ്കര കോൺട്രവേഴ്സിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒറ്റ ചോദ്യം ഇതായിരുന്നു, ഇത്രയും പ്രശ്നമില്ലാത്ത ആൾ ഇപ്പം പോലൊരു ആൾ വന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു, അതിൻ്റെ പുറകെ സപ്പോർട്ട് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നത്. ഞാൻ എന്നിട്ട് പറയാം, ഈ വീഡിയോ കണ്ടിട്ടുള്ള ഏതെങ്കിലും ലീഗിലുള്ള ആളുകളാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ സ്വയമേ ഒന്ന് കേസ് എടുക്കുക. ഞാനെന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവന്ന് ഞാൻ ജയിലിൽ കയറാൻ റെഡിയാണ്. ഈ വീഡിയോ ഇട്ടപ്പം കുറെ ആളുകൾ ശരിയാണ്, എന്ത് കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല, അത് അവിടെ വെച്ച് കുറെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ആൻഡ് കുറെ ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പം എതിരെ വീഡിയോ ഇട്ടപ്പം എനിക്ക് ഒരു മിനിമം ഒരു 15 പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം. പറ്റിച്ചതും ഫിസിക്കലി യൂസ് ചെയ്തിട്ടുള്ള അൺറേജ് ആയിട്ടുള്ള കുട്ടികൾ വരെ എനിക്ക് മെസ്സേജ് അയച്ചു വിത്ത് പ്രൂഫ്. ഞാൻ ആ പ്രൂഫില്ല ഒരു വീഡിയോ മാത്രം എടുത്ത് സ്റ്റോറി ഇട്ടു. ഒരു പെൺകുട്ടിയുമായിട്ട് ബെഡിൽ കിടക്കുന്ന ലൈക്ക് സോഷ്യൽ മീഡിയ കൂടെ ഇടാൻ പറ്റുന്നൊരു വീഡിയോ. ഇതിട്ടതിന് ശേഷം എൻ്റെതായിട്ടുള്ള സകലമാന മഹാലക്ഷ്മിയുടെ വീഡിയോയും ഡിലീറ്റ് ചെയ്തു, സ്റ്റോറിയും ഡിലീറ്റ് ചെയ്തു, എല്ലാം ഇപ്പം പേജിൽ യാതൊരു കാര്യമില്ല. പക്ഷെ ഞാനും ജയിക്കും തമ്മിലുള്ളൊരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ആയി. എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന ആള് കേരളത്തിൽ വരത്തില്ല. ഞാൻ പറഞ്ഞു കേരളത്തിൽ വാ, അങ്ങനെ പോയി. ലൈക്ക് പിന്നെ ആൾക്കാരും പ്രശ്നം. പിന്നെ സ്ഥിരം ഇൻസ്റ്റാഗ്രാമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിളി വെല്ലുവിളി. ഞാനും പിന്നെ എനിക്കും ഇതായി, ബിക്കോസ് നമുക്ക് അത്രയും ഒരു ഇതിലേക്കായി. കാരണം എൻ്റെ ഫാമിലി വരെ പറഞ്ഞു
ഇങ്ങനെ കയറ്റി വിൽക്കുന്നവനാണെങ്കിൽ നീ സ്വന്തം അമ്മയും പെങ്ങളെയും വിൽക്കുമല്ലോ എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം, ഇവനെ നേരിട്ട് കാണണം എന്നുള്ള ലെവലിലേക്ക് ഒരു എത്തിയേ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് സോൾവ് ആയപ്പോൾ കാലിക്കറ്റ് എൻ്റെ വർക്ക്ഷോപ്പ് വെച്ചു. വർക്ക്ഷോപ്പിന് പോയി. ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. ലീഗലി ഒരു കാലിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറിയ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്ന അല്ലാത്ത പക്ഷേ ഇത് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഇട്ടിട്ടില്ല. കാലിക്കറ്റ് വർക്ക്ഷോപ്പ് കഴിഞ്ഞ് അന്ന് എൻ്റെ കൂടെ നമ്മുടെ ഗേൾസിനെ കിഡ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന നമ്മുടെ ട്രെയിനർ കുട്ടി ഉണ്ടായിരുന്നു, ക്യാമറാമാൻ ഉണ്ടായിരുന്നു, 2 മോഡൽസ് ഉണ്ടായിരുന്നു. നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു 9:30 നമ്മുടെ ട്രെയിൻ. അപ്പം നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ആദ്യം ഇവൻ നമ്മളെ കാണണം, തല്ലും എന്നൊക്കെ വെല്ലുവിളി, എപ്പോഴും വെല്ലുവിളിയാണ്. ഓക്കെ, എവിടെ ഉണ്ടെന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചു. മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി കാലിക്കറ്റ്. ഞാൻ അപ്പോഴും ഇവൻ ചോദിക്കുന്ന എനിക്ക് റിപ്ലൈ ഇടും, കാരണം ഇവൻ എനിക്കൊന്ന് കാണണം. ഓക്കെ, സ്വന്തം അമ്മയ്ക്ക് പറഞ്ഞവൻ ആൺകുട്ടി എന്ന നിലയിൽ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു ദേഷ്യം വരും. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൽ സ്റ്റാർബക്സിന്റെ അടുത്ത് നോക്കിയപ്പോൾ 2 ആചാനവാഹുക്കളായ 2 പേര് എൻ്റെ അടുത്ത് ഞാൻ അമ്മീൻ അല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് നീയുമായിട്ട് എന്താ പ്രശ്നം എന്നാണ് ഇവൻ ചോദിക്കുന്നത്. അതായത് കൂടെ നിൽക്കുന്നവരുടെ പേരിട്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കലാണ് ഇവന്റെ പ്രശ്നം. മുഖ്യമായിട്ടുള്ള പ്രശ്നം ഞാൻ പറഞ്ഞ ആള് ഞാൻ അറിയുന്നില്ല വേണ്ടിയിട്ടാണ് ആളെ കളിക്കുന്ന കളിയാ. എന്റെ പേരും പറഞ്ഞ് ആളെ പറഞ്ഞു അറിയുന്നില്ല. അപ്പൊ ഞാൻ സ്വാഭാവികമാണ് പറഞ്ഞു വിട്ടത്, അറിയില്ലല്ലോ. അപ്പൊ സംസാരിച്ചപ്പം വീഡിയോ കോൾ ചെയ്ത് നിനക്കിന് തല്ലുന്ന പോലെ ഭീഷണി. അപ്പൊ ഞാൻ അവർ കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകൾ, ഫാമിലി ഒക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നു. കാര്യം ചോദിച്ചറിഞ്ഞു, തല്ലാൻ വന്നതാണ് ആക്ച്വലി. കാര്യം ചോദിച്ചറിഞ്ഞു. അപ്പൊ ഇവർക്ക് മനസ്സിലായി പെണ്ണ് കേസാണെന്ന് മനസ്സിലായി. ഇവർ പോയി, പ്രശ്നമൊന്നും വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം വീണ്ടും കോൾ വരുന്നു. അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞു എവിടെയാണുള്ളത്, ജസ്റ്റ് കാണണം, ഗ്രൂമിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെന്ന രീതിയിൽ കാണണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബീച്ചിന്റെ സൈഡിൽ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നിട്ട് 1-2 പേര് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ സൈൻ ലബാനുണ്ട്, അവിടെ ഒന്ന് വരുമോ, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ പോയി കുറേ നേരം നിന്നു. ആരും കാണാനില്ല. ആക്ച്വലി ഒറ്റയ്ക്കാണ് പോയത്. അവരുടെ ആദ്യത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയി നിന്നുകൊണ്ട് അവർ കുറേ നേരം വാച്ച് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് ഞാൻ വന്ന് ആരെയും കാണാനില്ലാതെ തിരിച്ചു വന്ന് കാറിൽ കയറിയ സമയത്ത് പെട്ടെന്ന് കാറിൻ്റെ ഡോറിൻ്റെ അകത്ത് ജസ്റ്റ് ഗ്ലാസ്സിൽ തട്ടിയിട്ട് ഗ്ലാസ് ഇതാക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പം ലൈറ്റായിട്ട് താത്തു. എന്താണെന്ന് ചോദിച്ചു, അമീൻ റഷീദ് അല്ലേ എന്ന് ചോദിച്ചു. അമീൻ അത് ആദ്യം പറഞ്ഞു. ഇന്ന് ഇറങ്ങണമെന്ന് കാര്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇറങ്ങി നീ കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ക്യാമറമാനെ എടുത്തിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് അവന് പറയാനുള്ള പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായ സംഭവം ഇതാണ്. അപ്പം ഡോറിൻ്റെ വലിച്ച് തുറന്നു. ക്യാമറ ഓൺ ആക്കേണ്ടതെന്നും ക്യാമറ ഓൺ ആക്കാതെ നിനക്ക് സംസാരിക്കാൻ അറിയിട്ടില്ലെന്ന് പറഞ്ഞു ക്യാമറ ഡോർ അങ്ങ് വലിച്ചടച്ചു. ഇവന്മാർ എന്നിട്ട് പോയി. ഒരുത്തനായിരുന്നു സൈഡിൽ. ഡോറ് തുറന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ കാണാം ഒരു 8 പേരുണ്ടായിരുന്നു കാറിന് ഫുള്ളും. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഇത്. അപ്പം ഞാൻ പറഞ്ഞു ക്യാമറ ആയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ക്യാമറ തുടക്കം പോലെ ഷൂട്ട് ചെയ്ത് ഇവന്മാർ തല്ലും എന്നുള്ള ലെവലിലേക്കായി. അപ്പോൾ അവൻ എന്നെ എറിയാൻ വേണ്ടി കല്ലെടുത്തു തറയുന്നു. അപ്പം ഞാൻ ഇതുപോണക്ക് ഞാനും കല്ലെടുത്തു. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് കല്ല് തറയെ കളഞ്ഞില്ല. കാരണം കൂടെ പെൺകുട്ടികളുള്ള എന്താ ഇങ്ങനെ സംഭവിക്കുന്ന അറിയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഫോൺ ഒരുത്തൻ നടന്ന സൈഡിൽ കൂടെ വന്നിട്ട് ഫോൺ തട്ടി താഴെ ഇട്ടിട്ട് 1 by 1 ആയിട്ട് തല്ലാൻ തുടങ്ങി. അപ്പം അങ്ങനെ തല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിൽ ആളുണ്ട്. ഇവന്മാർ പിടിച്ചു മാറ്റാൻ ചെയ്ത് എന്നെ 2 അമ്മ അടിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ കല്ലിരിക്കുന്നതുകൊണ്ട് 2 പേരെ തലയ്ക്ക് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മർക്ക് തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. തല്ലുന്നതിനിടയ്ക്ക് വന്ന് ഒരുത്തൻ്റെ ഹെൽമെറ്റ് വെച്ച് തലയ്ക്ക് അടിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലയ്ക്കൊന്നും പറ്റിയില്ല, ഭാഗ്യത്തിന് കയ്യിൽ വീടിനത്തെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി അവിടുത്തെ നമ്മുടെ ബീച്ച് സൈഡിലുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. രാത്രി തന്നെ പോയി അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ചെറിയ പയ്യന്മാരട്ടോ, എല്ലാവരും 22 വയസ്സ് 23 വയസ്സ് മാത്രം പ്രായമുള്ള പിള്ളേരെ വെച്ചിട്ടാണ് ഇവനിപ്പോഴുള്ളൊരു ചെസ്റ്റ് പൈൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണം അത് മുന്നേ പറഞ്ഞൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒരു 3-4 മാസം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പ്രശ്നമായിട്ട് നടക്കുന്നവരുടെ ഒരു അക്കാഡമിയിലാണോ കുട്ടികളെ പഠിക്കാൻ വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് പലർക്കും പ്രശ്നമാവുന്നത്. നമ്മളുടെ ഒരു സക്സസ് അല്ലെങ്കിൽ നമ്മുടെ റീച്ച് അവർക്ക് കിട്ടാത്ത അത് അവർക്ക് ജെന്യൂനായിട്ട്. ഇപ്പൊ എന്റെ ടാലന്റ് കാണിച്ച് ഞാൻ ആരെയും മഹാം ചെയ്യാൻ പോകുന്നില്ല. നമ്മളൊരു വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അവരെനിക്ക് തരുന്ന സപ്പോർട്ടാണ് റീച്ചും ഫെയിമും അല്ലെങ്കിൽ മണി ആവട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് വരട്ടെ. അത് ഇവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ ഫീൽഡിൽ നിന്നു എന്ന് പറയുന്നതും കുറച്ച് റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇങ്ങനെയുള്ള ലൈക്ക് നമ്മുടെ ജീവൻ പോകുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതിന് പോലും
യുടെ ഇൻസിഡന്റ് പറഞ്ഞു. ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് ഇല്ലാണ്ടാക്കാൻ പറ്റും. സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ലൈഫ് ഇല്ലാണ്ടാവണോ എന്ന് അവന് തീരുമാനിക്കാം. ഓക്കെ, യെസ് യെസ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലൊരു കേസ് വന്നെന്ന് വെച്ചോ, ഇപ്പോൾ വുമൺ റിലേറ്റഡ് ആയിട്ട് വന്നെന്ന് വെച്ചോ, ഒരു അലിഗേഷൻ വന്നെന്ന് വെച്ചോ, അത് എന്താണെന്ന് പോലും അറിയാതെ ആൾക്കാർ നമ്മളെ വിലയിരുത്തുകയാണ്. ഉറപ്പായിട്ടും എന്റെ അക്കാഡമിയിൽ 2 കുട്ടികൾ പോലും പോയത് അങ്ങനെയാണ്. ഇത്രയും പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നത് 2 പേര്, രണ്ടല്ല ഒരാൾ പോലും. ഞാൻ പറഞ്ഞു ലൈക്ക് ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും വിളിക്കുന്നൊരു പെൺകുട്ടിയാണ്, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി സോഷ്യൽ മീഡിയ ഒന്നും കാണിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു ലീഗലി പോവാലോ. അപ്പം പക്ഷെ എന്നാലും ഫാമിലി സമ്മതിക്കണില്ല. ശരി, ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും, അല്ലെ എന്താ വെച്ചാൽ ചെയ്യാം, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ക്ലാസ്സിന് വരാം, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അങ്ങനെ ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ ഭാഗം ഇപ്പോഴും അതാ പറഞ്ഞത്, മുന്നേ പറഞ്ഞൊക്കെ യാതൊരു അപ്ഡേഷനോ അപ്ഗ്രേഡോ ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ്. ഫാഷന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ രീതിയിലും ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനാവട്ടെ, ഷോസിന് പൈസ എല്ലാം ഉണ്ട്. പക്ഷെ ആർക്കും വിവരവും ബോധവും ഉണ്ടായിട്ടില്ല, ഇതിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഇവിടെ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഗ്രൗണ്ട് ഇല്ല. എന്തുകൊണ്ട് ഫാഷനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ? ഫാഷൻ എന്ന് ചില്ലറ കാര്യമല്ലല്ലോ. ഫാഷൻ എന്നുള്ളത് കൊണ്ടാണല്ലോ ക്ലോത്തിങ് ആണെങ്കിലും ശരി, ആക്സസറീസ് ആണെങ്കിലും ശരി, ജുവലേഴ്സ് ഒക്കെ ബിസിനസ് ഉണ്ടാവുന്നത്. അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാനോ അതിനെ എങ്ങനെ അതിനൊരു നോളജ് കൊടുക്കണം പിന്നെ ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഒരു വിധത്തിലുള്ള ഇതൊരു നോളജ് ആണല്ലോ, അതൊരു ബിസിനസ് ആണല്ലോ. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ വേറെ പാർട്ടാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ മോഡൽസ് വേണം. സോ എങ്ങനെ ഒരു മോഡൽസിനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു മോഡൽസിനെ ഗൈഡ് ചെയ്യാന്ന് പോലും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ഒന്നുമില്ല, ഇവിടെയുള്ള പല ആളും ഒരു എന്താ പറയാ, മിസ് കേരള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മിസ് കേരള ഒരു ടൈറ്റിൽ വിൻ ചെയ്ത ആളും മിസ് ഇന്ത്യ വന്ന് നിൽക്കുന്നത് നമ്മൾ വ്യത്യാസം ആലോചിച്ച് നോക്കി. ഇവിടെയുള്ള ആളുകൾ ആ ഒരു ടൈറ്റിൽ എങ്ങനെ കിട്ടിയാലേ കിട്ടില്ല, ആ ഒരു വാല്യൂ എന്താണെന്നോ ഒന്ന്. ഇവിടെ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്നതാണ്, നമ്മളെ പല പ്രോഗ്രാമിനും വിളിക്കാറുണ്ട്, നിങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടികളെ ഞാനിപ്പോൾ ചോദിക്കുന്ന പറയാം, നിങ്ങൾ വിൻ ചെയ്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്? ഇവിടെയുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് പോവുക, പൈസ കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക, ഇൻ കേസ് വിന്നർ ആയി കഴിഞ്ഞാൽ ഒരു സാഷി ഇടുക, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഒരു മൊമെന്റ് കൊടുക്കുക, ക്രൗൺ തലവെക്കുക, വീട്ടിൽ പോയി മക്കൾ ഇതും കണ്ടിട്ട് സെൽഫിലിരിക്കുന്ന കണ്ടോണം. ഇനി അടുത്ത വർഷം പ്രോഗ്രാം ആകുമ്പോൾ ഇവരെ അതേപോലെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുക. ഈ ഒരു കൊല്ലം ഈ ടൈറ്റിൽ കിട്ടിയതിന്റെ ഓണേഴ്സ് അല്ലെ ഹോൾഡേഴ്സ് ഇത് വെച്ച് ഒന്നുമില്ല. ഒരു പത്രത്തിൽ ന്യൂസ് വരിക, അല്ലെങ്കിൽ ഒരു ചാനൽ ഇന്റർവ്യൂ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൽ ഒരു വർക്ക് കൊടുക്കുക, ഒരു മൂവിയിൽ ഒരു അവസരം കൊടുക്കുക, ഒന്നുമില്ല. പറ്റിച്ചുകൊണ്ടിരിക്കണം പല ആളുകൾ ഇവിടെ. ഞാനത് പറയാം, ഫാഷന് ഗ്രോത്ത് ഇല്ല ഇവിടെ, ഒരു രീതിയിലുള്ള ഗ്രോത്ത് ഇല്ല. ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ സർട്ടിഫിക്കറ്റ് മേടിക്കുക, മൊമെന്റ് മേടിക്കുക, സാഷ് മേടിക്കുക, ഇത് വീട്ടിൽ കൊണ്ട് വെച്ചാൽ എന്താ ഉപകാരം അവർക്ക്? നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായി ഇവർക്ക് ഈ മൊമെന്റും സാക്ഷ്യം കൊണ്ടും ഒരു 80% അവരെ തന്നെ വിചാരിക്കണം, പക്ഷെ 20% ഗൈഡ് ചെയ്യാമല്ലോ. ഞാനിപ്പോൾ ഒരു അക്കാഡമി നടത്തുന്നു, എനിക്ക് അവരെ റാമ്പ് വർക്ക് പഠിപ്പിക്കാൻ പറ്റും, സ്റ്റൈൽ ചെയ്യാൻ പറ്റും, അവർക്ക് എവിടെ മോഡലിംഗ് ചെയ്യണം, ഏത് പ്ലാറ്റ്ഫോമിലാണ് കൂടുതലും അറ്റൻഷൻ കിട്ടുക, അവർ എങ്ങനെ പ്രൊഫഷണൽ ആവും നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവരുടെ കൂടെ നടന്ന് അവരെ അങ്ങനെ ആക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ഓക്കെ, എനിക്ക് ഗ്രൂം ചെയ്യാം, ഗ്രൂമിങ്ങിന്റെ വീഡിയോ എടുക്ക് പബ്ലിഷ് ചെയ്ത് 10 ബിസിനസ് ഉണ്ടാക്കണം എന്നുള്ള എന്റെ മൈൻഡ് സെറ്റാ. ഓക്കെ, അപ്പം 80% സ്റ്റുഡൻസും പേരൻസും തന്നെയാണ് വിചാരിക്കേണ്ടത്. പക്ഷെ 20% ബാക്കിയുള്ളവർ ചെയ്താലേ 80% അവർക്ക് ചെയ്യാനുള്ളത്. ഈ 20% ചെയ്യുന്നില്ല. ഒരു ഷോയ്ക്ക് വരും, 2000-3000 രൂപ മേടിക്കുന്നു, ഷോ അറ്റൻഡ് ചെയ്യുന്നു, 2-3 റൗണ്ട് കോസ്റ്റ്യൂം അവർ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ ഒരു ഷോയ്ക്ക് വന്ന സമയത്ത് പട്ടിണി നടക്കണം, ട്രാവൽ ചെയ്യണം, റൂം എടുക്കണം, ഹെൽത്ത് കളയണം, എല്ലാം കളഞ്ഞാൽ പോലും ഇതിന്റെ റിസൾട്ട് ഒന്നുമില്ല. ഞാനിത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവമാണെന്ന് വിചാരം. ഒന്നുമില്ല, ഒരു വിധത്തിലുള്ള ഒരു അപ്ഗ്രേഡും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആണ് ഫാഷൻ എന്ന് പറഞ്ഞാൽ. മോഡൽസിനെ യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ സ്റ്റേറ്റിനെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ഒരു ലെവൽ അപ്പ് കൊണ്ടുവരാമെന്ന് ഇവിടെയുള്ള ഒരാളും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അത് അങ്ങനത്തെ ഒരു വിഷമമുണ്ട് എനിക്ക്. ബിക്കോസ് അത് കാര്യമില്ല. കാരണം നമ്മൾ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരും ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാനോ ഒന്നുമില്ല. ഒരാൾക്ക് അതിന് ഭയങ്കര വിഷമമുണ്ട്. കാരണം അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ ഞാനും പറയുന്ന കണക്ക് കുറച്ചുകൂടി ഇപ്പൊ ഉള്ള ടാലന്റിനെ കുറച്ചുകൂടെ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടോ ആരെങ്കിലും അസിസ്റ്റ് ചെയ്തിട്ടോ എവിടെയെങ്കിലും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എവിടെയെങ്കിലുമൊക്കെ അസിസ്റ്റ് ചെയ്ത്. ഇപ്പൊ ഇത്രയും ഒരു എക്സ്പീരിയൻസിൽ പഠിച്ച കാര്യം എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും അസിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെയെങ്കിലുമൊക്കെ ആയേനെ. ഞാനിപ്പോ ഒരു ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമീൻ എവിടെയെങ്കിലും അസിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യത്തെ ഒരു ലെവൽ അപ്പായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എന്റെ വീഡിയോയിലോ ഒന്ന് മെൻഷൻ ചെയ്യാൻ അവർക്ക് അസിസ്റ്റ് ചെയ്യാൻ പോകുന്നു.
ഒന്നും ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ ഫെമിൻ ടച്ച് ഉള്ള ആരെങ്കിലും ആയിരിക്കും. അവർക്ക് ബോയ്സ് വാക്ക് അറിയില്ല. അവർക്ക് ആ ചെറിയൊരു കുണുക്കം അല്ലെങ്കിൽ പറയുന്ന ചെറിയ സ്റ്റൈല് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ബോയ്സിൻ്റെ അടുത്ത് പോയാൽ അവർക്ക് ഗേൾസ് വാക്ക് അറിയില്ല. ഞാൻ ചെയ്യുന്നത് ഗേൾസ് വാക്കും ചെയ്യുന്നുണ്ട്, ബോയ്സ് വാക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ പോലെ ഒരാളെ അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരുപടി മുകളിലേക്കുള്ള ഒരാളെടുത്താണ് ഞാൻ പോകേണ്ടത്. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അമീനെ പോലെ ചെയ്യുന്ന ഒരാളാണ് ഇത്. ബോയ്സ് ഒരുപാട് ഗേൾസിനെ പോലെ വർക്ക് ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട്, പക്ഷെ ബോയ്സ് ആയിട്ടും ഗേൾസ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ട്രെയിനേഴ്സ് ഇല്ല. അങ്ങനെ ആരും ഇല്ല. അതുകൊണ്ടാവണം ഈ പറയുന്ന 2 കൈ നീട്ടി എന്നെ ആളുകൾ സ്വീകരിച്ചു. എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ 100K ആവാൻ പോവാണ്. അപ്പൊ അതും യൂട്യൂബിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും 100K ആവാൻ പോകുന്നു. ആൻഡ് ഇൻസ്റ്റയിലാണെങ്കിലും അത് പറയാം ഷോർട്ട് വിത്തിൻ 5 months കിട്ടിയ ഒരു അപ്രിസിയേഷൻ ആണ് ഇതൊക്കെ. ഞാനീ പറയുന്ന മുന്നേ എന്താ പറയുക, ഒരു ടാലന്റ് ഉള്ളൊരു വ്യക്തി ഓക്കെ എന്ന നിലയിൽ എന്നെ സ്വയം ബൂസ്റ്റ് ചെയ്യാതെ ഇരുന്നത് കൊണ്ടും ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നമുക്ക് ഒരു ടാലന്റുള്ള പേഴ്സൺ നാളെ വളർന്നു വരും എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 9 കൊല്ലത്തോളമായി ഞാൻ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നത്. 9 കൊല്ലത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ദിവസം പോലും എൻ്റെ ടാലന്റിനെ സോഷ്യൽ മീഡിയ വഴി ഞാൻ പബ്ലിഷ് ചെയ്ത ഒരാളല്ല, യൂട്യൂബിൽ ഇട്ടിരുന്ന ആളല്ല. ലാസ്റ്റ് 5 months ആയിട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയൊരു അപ്രിസിയേഷൻ, റെക്കഗ്നൈസേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ സൈഡ് ആവട്ടെ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ആവട്ടെ, അതെന്താണ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലായി. മറ്റേ 80% ഒരാളായിരുന്നു ഞാനും ഇത്രയും നാളെന്ന്. സോഷ്യൽ മീഡിയ ഭയങ്കര വെപ്പണാണ്. നമ്മൾ റാമ്പ് വർക്ക് ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇതാണ്ട് ഇതിൽ ഇപ്പം നമുക്ക് മോഡലിംഗിൻ്റെ അകത്ത് 15 കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയാണ് ലൈഫ് സ്റ്റൈൽ മോഡൽ എന്ന് പറയും. ലൈഫ് സ്റ്റൈൽ മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. അതിനെ നമ്മൾ ചുരുക്കത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, പ്രൊഫഷണൽ വേയിൽ വിളിക്കുന്നതിനെ അതിനെ ലൈഫ് സ്റ്റൈൽ മോഡൽസ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ജുവലറി ബേസ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ബേസ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, ബാഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോസ്റ്റ്യൂം ബേസ് ആയിട്ടെ, അതിനെ റീൽസ് ത്രൂവോ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു കോസ്റ്റ്യൂം ഇട്ട് സ്റ്റൈൽ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അപ്പം ഞാൻ ലൈഫ് സ്റ്റൈൽ മോഡലായി, ഇൻഫ്ലുവൻസറായി. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളും അതിന് ഈ പറയുന്ന ഹൈറ്റ് വേണമെന്നില്ല, സ്കിൻ ടോൺ വേണമെന്നില്ല, എന്തും വേണം. നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ റീൽസ്, നമ്മുടെ ഫോൺ അതിനെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, അവർ ലൈഫ് സ്റ്റൈൽ മോഡൽസ് ആണ്. ഐ ലാഷസ് അല്ലെങ്കിൽ ഐലൈനേഴ്സ് അല്ലെങ്കിൽ ഇടുന്ന കോസ്റ്റ്യൂംസ് പ്രൊമോട്ട് ചെയ്യും, ഹെയർ സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡൽസ് ആണ്. അവർ അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അവർ മോഡൽ ആണെങ്കിൽ അവരെങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസിങ് ലെവലിലേക്ക് അങ്ങനെ മോഡലിംഗ്, അതും മോഡലിംഗിന്റെ ഒരു പാർട്ടാണ്. 15 കാറ്റഗറിയിൽ ഒരെണ്ണം അതുമാണ്. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാത്ത പല ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു അവയർനെസ് പോലെയും ക്ലാസ് പോലെയും എടുത്തു കൊടുത്ത് ഈ പറയുന്ന കണക്ക് നിങ്ങൾക്ക് പറ്റാത്ത സൈഡ് ഇതുണ്ടെങ്കിൽ പറ്റുന്ന സൈഡുണ്ട്. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൈറ്റിനും വെയിറ്റിനും സ്കിൻ ടോണിനും നിങ്ങളുടെ ടാലന്റിനും നിങ്ങളുടെ ടോക്കിംഗ് സ്കില്ലിനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പുറത്ത് വേറെ ഉണ്ട്. മഹാലക്ഷ്മിയുടെ കേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അലിഗേഷൻസ് ഒന്നും ഒരുപാട് പേര് എഗൻസ്റ്റ് വന്നൊരു സംഭവമാണ്. അപ്പൊ എങ്ങനെയാണ് അതിനെയൊക്കെ ഓവർകം ചെയ്തത്? മെന്റലി ഒക്കെ ഒരു വീക്ക് ആവേണ്ട ഒരു സമയമല്ലേ നമ്മള്? ഓക്കെ, ഫസ്റ്റ് ഈ സംഭവം വീഡിയോ വന്ന് ഞാൻ വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല. പക്ഷെ വീഡിയോയുടെ റീച്ച് പോകുന്ന കണ്ടു. അപ്പോൾ അറൗണ്ട് 300K 400K ഒക്കെ സംതിങ് പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ റീച്ച് പോകുന്ന കണ്ട സമയത്ത് വീട്ടിൽ ചെന്നു എന്ന് പറഞ്ഞു പല ആളുകളും, നാട്ടിലുള്ള പല ആളുകളും വീട്ടിൽ ചെന്ന് ചോദിച്ചു. ഉമ്മാക്ക് എൻ്റെ വീട്ടിൽ അത് ഉമ്മാക്കൊരു ഷോപ്പൊക്കെ ഉണ്ട്, ഒരു വെജിറ്റബിൾ സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ ചെന്നിട്ട് അവിടെ കൊണ്ട് ഈ സാധനമൊക്കെ കാണിക്കാൻ തുടങ്ങി, ഫാമിലി മെമ്പേഴ്സ് വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പാനിക്കായി. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും നാളും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീട്ടിൻ്റെ അടുത്ത് നമ്മളൊരു പെണ്ണിൻ്റെ വിഷയം പറയാൻ എൻ്റെ അടുത്ത് പറയണം, നീ ഒരു പിടിച്ചു പറിക്കോ വെള്ളം അടിച്ചിട്ടൊക്കെ കഞ്ചാവ് വലിക്കോ ഇതൊന്നും ഉള്ളൊരു പ്രശ്നം നമുക്ക് എന്തൊക്കെ. പക്ഷെ പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ആണിനെ സംബന്ധിച്ച് അതൊരു മാറാത്തൊരു കേസ് തന്നെയാണ്. അതൊരു എന്തും നമുക്ക് അത് അപ്പം അങ്ങനെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ദേഷ്യമായി, വിഷമമായി. ഞാനതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് എൻ്റെ വാപ്പ പെട്ടെന്ന് ഭയങ്കര ദേഷ്യക്കാരനോ കേട്ടോ, കുറച്ച് ആള് ഭയങ്കര ഇച്ചിരി ദേഷ്യമുള്ള കൂട്ടത്തില്ല. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. കാരണം എൻ്റെ ഉമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ, എൻ്റെ ഉമ്മ അടുത്ത് ഞാൻ പറയും, എല്ലാം പറയും. ഞാൻ പറഞ്ഞു ഉമ്മ ഇങ്ങനെ ദുബായിൽ ഇങ്ങനെ അബുദാബിയിൽ ഇങ്ങനെ ഡാൻസിന് സംഭവം ഇങ്ങനെ പെൺകുട്ടി, എൻ്റെ ഉമ്മക്ക് അറിയാം സംഭവം ഇതാ. അപ്പം ചോദിച്ചു വരുന്നത് എൻ്റെ മോൻ ഇത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ്. അപ്പം എൻ്റെ വാപ്പ പറഞ്ഞു വെച്ചാൽ നീ വീട്ടിൽ പറഞ്ഞിട്ട് ചെയ്തുള്ളവർ ഞങ്ങൾക്ക് അറിയാം, നീ ഇതെന്താ വെച്ചാൽ തെളിച്ചു കൊടുക്കണം, അവളെ ഇവിടെ കൊണ്ടുവരണം. ആണുങ്ങൾക്ക് ഒരു വിലയും ഇവിടെ ഇല്ലാതാവുന്ന അവസ്ഥയായി പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ആക്ച്വലി ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല ആക്ച്വലി ഈ സാധനം ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയതും ഇത്രയും കുറച്ച് ബോൾഡായിട്ടും ഒക്കെ നിൽക്കാൻ തുടങ്ങി. പക്ഷേ
നാളെ എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ടാലൻ്റ് ഉള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ടാവാം. ഒരിക്കലും ആ പേഴ്സൺ ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ കാരണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണമോ ഒരു പെൺകുട്ടി വന്ന് മുന്നിൽ നിന്ന് കഴിയുമ്പോൾ അവരുടെ ടാലൻറ്റും കളഞ്ഞ് ഞാനല്ലാത്ത പക്ഷം വേറെ ആരെങ്കിലും വേറെ സൂയിസൈഡ് വല്ലതും ചെയ്ത് കളഞ്ഞു വരും. കാരണം ഇങ്ങനത്തെ ഒരു പെൺകുട്ടി മുഖം കാണിച്ചു വന്നാൽ എന്നെ അത് ചെയ്തു ഇത് ചെയ്തു അത് വിൽക്കാൻ ശ്രമിച്ചു. അതുപോലെ വേറെ കുറെ പേരും വന്നു, ഒരാൾ മാത്രല്ല, പെൺകുട്ടിയായിട്ടല്ല ആൺകുട്ടികൾ കുറെ പേര്, റിയാക്ഷൻ ബ്ലോഗേഴ്സ് എല്ലാവരും എടുത്ത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ഉണ്ടായിരുന്നു. അതുപോലെ അമീന്റെ സൈഡിൽ നിന്ന് അമീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും വരുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അമീൻ മാത്രമേ വീഡിയോസ് ചെയ്യുന്നുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും കാണുമ്പം കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കും എന്താണ് അതിന്റെ ഒരു. അപ്പം ഞാൻ സത്യം പറഞ്ഞു, ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത ഒരാളായിരുന്നു. ആ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞ പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഫൈറ്റ് ചെയ്തത്, എന്നെ പോലെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓരോ ആൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടികൾ ഇങ്ങനൊരു തോന്നിവാസം ലൈക്ക് അങ്ങനെ തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടികളും ഇങ്ങനെ പെണ്ണുങ്ങളെ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരിക്കലും കാണിക്കരുത്. ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റുന്നവർ അത്രയും പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ചെയ്യുന്നവരും കൂടും, ചെയ്യാൻ കൂടെ നിൽക്കുന്നവരും കൂടും. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടിലറിഞ്ഞു, ഭയങ്കര വിഷമമായി. എനിക്കതായത് ഞാൻ ഒറ്റയ്ക്കും കരഞ്ഞായിരുന്നു. വേറെ ഒന്നല്ല, ഇത്രയും നാളും എന്താ പറയുക, ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ മന്ത്ലി കൊടുക്കാൻ തുടങ്ങുന്നു, പൈസ കൊടുക്കാൻ തുടങ്ങുന്നു. എനിക്ക് ഫാമിലി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ. എൻ്റെ ആക്ച്വലി അനിയൻ വയ്യാത്തതാണ്, എൻ്റെ ഹേർട്ട് പേഷ്യൻ്റ് ആണ്, എന്നെ കാട്ടിൽ ഒരു വയസ്സല്ല. അപ്പം വീട്ടിലാകെ ഒരു എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ആവും, 10 പേര് അറിയും എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ടാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കാണാം അവരുടെ ആകെ ഒരു പ്രതീക്ഷ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ആ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ കുറെയൊക്കെ അവർ നിൽക്കുകയും ചെയ്തു. അപ്പം എനിക്ക് വാശിയായി, ഒരു എന്താ പറയുക, ആ വിഷമം അങ്ങ് വാശിയായി. അതൊരു വല്ലാത്തൊരു ധൈര്യമായി. കാരണം നമ്മളെല്ലാവരെയും അറ്റ് ദ എൻഡ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക റിലേറ്റീവ്സ് അറിഞ്ഞാലും കുഴപ്പമില്ല, ഫ്രണ്ട്സ് അറിയാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ഉമ്മ വാപ്പാല അച്ഛൻ അമ്മ അറിയരുതെന്നാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. അവരറിഞ്ഞു, ഇനി ഞാനിത് എന്തിനാ പേടിക്കണേ? ഇനി നമ്മൾ ആരെ പേടിക്കാനാ? അറിയേണ്ടവരറിഞ്ഞു, കുഴപ്പമില്ല. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചു, ഓക്കെ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇനി ഇത് ആർക്കും ഉണ്ടാവരുത്. ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോ അവരുടെ ഭാഗത്ത് നിന്ന് വീഡിയോസ് വരാറുണ്ടായ റീസൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ലീഗലി പോവാത്ത പക്ഷം എൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഡിലീറ്റ് ചെയ്തു ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ടുള്ള വീഡിയോസ്. കാരണം മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, ആരെ ഫോളോ ചെയ്തെന്ന് പറയുന്നോ അവരെ ഫോളോ ചെയ്യും. ബോയ്സ് എന്ത് ചെയ്താലും ലൈക്ക് അവർക്ക് സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. പെൺകുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും തുടങ്ങാം. അവർക്ക് പറയണം, അവർക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞാൽ 100 യൂട്യൂബ് ചാനൽസ് ഉണ്ടാവും, ഓൺലൈൻ വീഡിയോസ്, കുറേ അമ്മച്ചിമാർ അപ്പച്ചന്മാർ ചേച്ചിമാർ എല്ലാവരും കൂടെ ഒരുമിച്ച് വിടും. നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സത്യാവസ്ഥ അറിയാതെ പോലും യെസ് അവനത് ചെയ്യും. അവനങ്ങനെയാ. പ്രത്യേകിച്ച് ഫാഷൻ ഫീൽഡിലും കൂടെ ഉറപ്പായിട്ട് അവൻ ചെയ്യും. സിനിമാക്കാര് ഫാഷൻകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ നോർമൽ. നമ്മൾ കൂടുതലും ഗേൾസുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അവർ അത് അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതൊന്ന് ഡിഫെൻഡ് ചെയ്തിരുന്നത്. എനിക്ക് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കാണാം, ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പം ഇതിനെ ഞാൻ തെളിയിക്കാൻ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു വെച്ചു, യെസ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അല്ലെ ഇതാണ് സത്യാവസ്ഥ, ഇതിനെ എങ്ങനെയാണ് ഇതെങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുകൾ അത് ഇൻട്രസ്റ്റോടെ കാണാനില്ല. അങ്ങനെയാണ് ഞാനിതൊരു എന്റർടൈൻമെന്റ് രീതിയിലേക്ക് ഇതിന്റെ സത്യാവസ്ഥ എത്തിക്കാനാണ് കണ്ടന്റ് തുടങ്ങിയത്. നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കി കാണും, വ്യക്തി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ താഴെ ഇങ്ങനെ ട്രോളുന്ന പോലെ ഇരിക്കുകയും അപ്പം അപ്പൊ സ്ക്രിപ്റ്റ് വായിക്കുന്നു, യെസ് സാർ ആക്ഷൻ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ കാണിച്ചിരുന്നു. അപ്പൊ ആൾക്ക് മനസ്സിലായി സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ ഞാൻ അല്ലാണ്ട് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കൂല, ഒരാൾ ശ്രദ്ധിക്കൂല. ഞാൻ തന്നെ എന്റെ വീഡിയോയ്ക്ക് എനിക്ക് വന്ന ഡീലേഷന് ട്രോളാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് സാധനം സോൾവ് ആയി, വാനിഷ് ആയിപ്പോ, ആ സാധനം ഇല്ലാണ്ടായി പെട്ടെന്ന് എങ്ങനെയോ. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ പലരും നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഓഡിയൻസ്. കാരണം ഓഡിയൻസിന് ആരും സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ പലതും കേൾക്കാനില്ല. പ്രത്യേകിച്ച് ആമ്പിള്ളേർ ഒട്ടും. പിള്ളേരാണെങ്കിൽ ഇരിക്കും, നല്ല വൃത്തിക്ക് ഇരിക്കും, കേൾക്കും എന്ത് സംഭവിച്ചു, എവിടെ പോയി, ആരോടെ പോയി, എങ്ങനെ പോയി, എത്ര മണിക്കൂർ നിന്ന് എന്നൊക്കെ എല്ലാം വൃത്തിയിട്ട്. നമ്മുടെ ആമ്പിള്ളേർ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അവൻ ചെയ്ത്, അവൻ തന്നെയാണ് ചെയ്തത്. ഇതെന്ന് മാറുന്നു അന്ന് കേരളം എന്നല്ല, എനിക്കൊന്ന് ഇന്ത്യ തന്നെ നന്നാവും. അങ്ങനെ അതായിരുന്നു ആക്ച്വലി ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്ത്. ഫാമിലിയുടെ ഭാഗത്തുനിന്ന്, ഫാമിലിയിൽ നിന്നും പിന്നെ കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാകും. അവർ മുന്നിൽ വന്നിട്ടില്ലെങ്കിലും പറയുന്നത് അവർ ഈ പറയുന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇമോഷണലി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെ. ഇപ്പം ഞാൻ ചോദിക്കാത്തൊരു ഇതാണ്,
കിഡ്സ് ഒക്കെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ചിലരൊക്കെ പകുതി വഴി വെച്ചിട്ട് നിൽക്കുക, കരയുക. റാമ്പില് അതിനെ കുറിച്ച് അത് എന്താ പറയാനുള്ളത്? ഞാൻ എൻ്റെ അക്കാഡമിയിൽ 2.5 വയസ്സുള്ള പയ്യനാണ് ഏറ്റവും ചെറുത്. അപ്പം കൊല്ലത്തുള്ളവരാണ്. നമ്മുടെ അക്കാഡമിയിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് തിയറി ക്ലാസ്സും ഉണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട്. ഫാഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലേ ഉള്ളൂ. 2.5 വയസ്സാണെങ്കിലും 80 വയസ്സുള്ളവരാണെങ്കിലും പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ അവർക്ക് യൂസ്ഫുൾ ആവുക. തിയറി അവരുടെ പേരൻസിനുള്ളതാണ്. ഞാൻ പറയാം 2.5 വയസ്സിൽ ആ കുട്ടിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഈ ചെറിയ കുട്ടികൾ, ഞാൻ പറയുന്ന എല്ലാവരും അല്ല, 2.5 വയസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സിൽ അല്ലെങ്കിൽ 4 വയസ്സിൽ നല്ല രീതിയിൽ വാക്ക് ചെയ്യാനും ബോധമുള്ളതും അത് റാമ്പാണെന്നും ഇവിടെ ഇന്ന് ഓഡിയൻസ് ആണെന്നും ഞാൻ ഫാഷൻ ഷോ ആണ് ചെയ്യുന്നതെന്നും ചിന്തിക്കാനും ഇത് കണ്ട് മനസ്സിലാക്കാനും ബോധമുള്ള പലരും ഉണ്ടാവും. മുന്നേ നമ്മൾ പറഞ്ഞ നമ്മുടെ ഉപ്പുമുളകിൻ്റെ അകത്ത് അത് ആ ഏജിൽ അത്രയും മെച്യൂരിറ്റി എന്നുള്ള എല്ലാവർക്കും ആ മെച്യൂരിറ്റി കിട്ടണമെന്നില്ല. പക്ഷെ ഈ മെച്യൂരിറ്റി ആവാത്ത പല കൂടി ഇവിടെ വരുന്ന എല്ലാ ചെറിയ കുട്ടികളും ഒരു 5 വയസ്സിന് താഴത്തേക്കുള്ള എല്ലാ കുട്ടികളെയും വരുന്നതിൻ്റെ റീസൺ അവരുടെ പേരൻസിൻ്റെ ഒരു ഈഗോ. അതെ, പ്രഷർ. ഒരു ഏതെങ്കിലും ഒരു ചെറിയ കുട്ടികളുടെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ആ കുട്ടീനെ പോലെ എൻ്റെ മോനെ ആക്കണം, അല്ലെങ്കിൽ എൻ്റെ മോൻ ഫ്രസ്ട്രേറ്റഡ് ആവുമെന്നോ അവന് വിശക്കുന്നുണ്ടോന്നോ അവന് ചൂടെടുക്കുന്നുണ്ടോ എന്നോ അവന് ടാലൻ്റ് ഉണ്ടോന്നോ ഒന്നും അറിയില്ല. ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടു, ഒരിടയ്ക്ക് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളാണ്, അവരുടെ ടാലൻ്റ് ഉണ്ടെന്ന് പോലും നിങ്ങൾ ഒന്നും അറിയാതെ കൊണ്ട് അവിടെ നിർത്തുന്നു. ആ കുട്ടികൾക്ക് അവരുടെ കുട്ടികളുടെ ടാലൻ്റാണ്. നമ്മൾ എൻ്റെ ടാലൻറ്റ് 3 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ ഒരു പുലിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും അത് പുലിയാണെന്ന്. ആ കുട്ടി ആ പുലിയോട് കളിയും. അത് പുലിയാണെന്നും അവർ കഴിച്ചാൽ മരിക്കുമെന്നും അല്ലെങ്കിൽ അത് നമ്മളെ ഹാം ചെയ്യുന്നു നമുക്ക് അത് അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള കുട്ടികളെ റാമ്പിൽ കൊണ്ട് നിർത്തിക്കാൻ അവരുടെ ഓഡിയൻസ് ആണെന്നും ഞാൻ റാമ്പാണെന്നും അല്ലെങ്കിൽ ഫ്രണ്ടിൽ ക്യാമറ ആണെന്നും ലൈറ്റ് ആണെന്നും അറിയില്ല. ആ കുട്ടികൾ സെൻറ്ററിൽ പോയി നിന്ന് കാര്യം. ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത്. അറ്റ്ലീസ്റ്റ് കുറച്ച് നാള് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ കാണിച്ച് ചോറിന് നേരം കാർട്ടൂൺ ഇട്ട് കാണിച്ചു കൊടുക്കും. ഫാഷൻ ഷോ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? എന്തുകൊണ്ട് ഫാഷൻ ഷോ കാണിച്ചു കൊടുക്കുന്നത്? ഏതെങ്കിലും ഫാഷൻ ഷോ കാണിച്ചുകൊണ്ട് ചോറ് കൊടുക്കുന്ന ഏതെങ്കിലും അമ്മമാരെ കണ്ടിട്ടുണ്ടോ? കാർട്ടൂൺ കാണിക്കുന്നുണ്ട്, സിനിമ ഇട്ടുണ്ട്, കോമഡി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫാഷൻ ഷോ കാണിച്ച് ചോറ് കാണിക്കുന്ന ഏതെങ്കിലും അമ്മമാരെ കണ്ടോ? കണ്ടിട്ടില്ല. അതെ, പേരൻസിന്റെ സ്വയം ഇഷ്ടവും അവരുടെ ഈഗോയും തീർക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റാമ്പ്. കുട്ടികളെ വെച്ചോണ്ട് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചിലരുടെ മാത്രം. ഒരു ഏതെങ്കിലും ഒരു കുട്ടി കയറി ഒന്ന് ഫെയിം ആയി കഴിഞ്ഞാൽ എൻ്റെ മോനെ എൻ്റെ മോക്ക് അത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് എന്ത് പറ്റുന്ന പോലും നോക്കാതെ കൊണ്ട് തരും. ഞാൻ പല ഷോസിലും കണ്ടിട്ടുണ്ട്, റാമ്പിലൊക്കെ നിന്ന് കരയണതാണ്, ബാക്ക് സ്റ്റേജിൽ ചൂടെടുത്തിട്ട്. ഞാൻ പറയാം എന്തിനാ ഇത്, അത് സമയമായില്ല, അത് ആയി വരണുള്ളൂ. പിന്നെ ഇതുകൊണ്ട് തന്നെ മോഡലിംഗ് കമ്പനികൾ ചെയ്യുന്നൊരു തെറ്റെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ള ഷോ ആകുമ്പം മാക്സിമം ഒരു 7 മണി 7:30 ഉള്ളിൽ തീർത്ത് വിടാൻ മാക്സിമം റൂള് കൊണ്ടുവരിക. കാരണം ചെറിയ കുട്ടി ഒരു 5 വയസ്സുള്ള കുട്ടികൾ ഒരു 6 വയസ്സുള്ള അവർ ഉറങ്ങുന്ന സമയം 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ അവർ ഉറങ്ങും, ഓട്ടോമാറ്റിക്കലി അവർ ഉറങ്ങും, കാരണം ഫുഡ് കഴിച്ച്. അപ്പോൾ ഒരു റൂള് കൊണ്ടുവരണം, ഒരു 6 മണി 6:30 7 മണിയുടെ ഉള്ളിൽ വെച്ച് കുട്ടികളുള്ള സ്ലോട്ട്സ് അല്ലെങ്കിൽ കുട്ടികളുള്ള ഫാഷൻ ഷോ 8 മണിയുടെ ഉള്ളിൽ വെച്ച് തീർത്ത് വിടുക എന്നുള്ള റൂൾ. ഇവിടെ അങ്ങനെയുള്ള റൂൾസ് ഒന്നും ഇല്ല. കുട്ടികളുണ്ടോ ഇല്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇവർക്ക് ഈ ചെറിയ കുട്ടികളെ വെച്ച് കഴിഞ്ഞാൽ ഈ വാം ലൈറ്റ് നമ്മൾ റാമ്പിൽ നമ്മളെ പോലെ തന്നെ ഒരു 1/2 മണിക്കൂർ റാമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ലൈറ്റിന്റെ ചൂടടിച്ചിട്ട് നമുക്ക് തന്നെ വേർക്കുന്ന ഈ 5 വയസ്സോ 6 വയസ്സുള്ള ഈ അവർക്ക് റേഡിയേഷൻ ഒക്കെ ഉണ്ടാവത്തില്ലേ? ഈ കുട്ടികളുടെ പേരൻസും ഈ ഷോ നടത്തുന്നവരൊന്നും ചിന്തിക്കാറില്ല. ഇവര് കൊണ്ടുവന്ന് ചുമ്മാ നിർത്തും, അത്രയും ലൈറ്റ് അടിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അവര് ഡീഹൈഡ്രേറ്റഡ് ആയി നടക്കുന്ന. ഇവർക്ക് പറയാം അമ്മ എനിക്ക് ദാഹിക്കുന്നു, ഡീഹൈഡ്രേറ്റഡ് ആവുന്നൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴായിരിക്കും അറിയാം. ലൈക്ക് ഭയങ്കര പാടാണ്. പിന്നെ അത് മാത്രമല്ല കുട്ടികളുടെ മൈൻഡിൽ ഈ സാധനം ഇല്ലല്ലോ. ഇത് ഫാഷൻ അല്ല പറയാം. പിന്നെ പറഞ്ഞവർക്ക് തന്നെ എന്താ പറയാ, ഇപ്പം എന്താ നമ്മൾ ഈ സീരീസുകൾ കണ്ടിട്ടും ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കാർട്ടൂൺസ് കാണുക, ഇംഗ്ലീഷ് പഠിക്കാന്നൊക്കെ പറയുന്നത് പല ഇംഗ്ലീഷ് മൂവി കണ്ടാൽ മതി, ഹിന്ദി പഠിക്കണം, ഹിന്ദി മൂവി ഉണ്ട്. അപ്പം ഫാഷൻ ഷോയ്ക്ക് കൊണ്ടുപോകുന്ന തന്നെ ഒരാളും ഒരു ഫാഷൻ ഷോ കാണിച്ചു കൊടുത്തില്ല. യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പോൾ ഫാഷൻ ഷോന് കിട്ടാത്തില്ല. യൂട്യൂബിൽ കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. എന്നാൽ ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എന്താണെങ്കിലും എൻ്റെ മക്കൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു ഡോറ പൂച്ചി അല്ലെങ്കിൽ ഭീമ് ഇതൊക്കെ ഇട്ട് കാണിക്കും. കുട്ടികൾക്ക് എന്റർടൈൻ ചെയ്യാൻ. പക്ഷെ ഒരാൾക്കും ഫാഷൻ ഷോ ഇതാണ് മോനെ അല്ലെങ്കിൽ മോളെ ഇതാണ് റാമ്പ്, ഇങ്ങനെയാണ് ഫാഷൻ ഷോ നടക്കുന്നത്, ഇങ്ങനെ ഇട്ട് കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്ന ഒരു പേരൻസിനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ ചെയ്യാൻ നോക്കണം. അല്ല കുറെ കുട്ടികൾക്ക് അവർക്ക് അവരുടെ ഉള്ളിലൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യും. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാർട്ടൂണിന്റെ കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ നെയിമും കുറെ കാർട്ടൂണും പഠിച്ചു വെച്ചാൽ എന്താ കാര്യം, എന്താ ലൈഫിൽ യൂസ്ഫുൾ ആവത്തില്ല. ഫാഷൻ ഷോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ പേരൻസിന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഫാഷൻ ഷോ ഇട്ട് കാണിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർക്കും ചെയ്യാൻ അറിയത്തില്ല, അത് കാണിക്കത്തുമില്ല. എന്നിട്ട് കുട്ടികളെ കുറ്റം പറയും.
അതെ. ഇതാണ് ഇപ്പം നോർമലിലെ കുട്ടികളുടെ പ്രശ്നം. പേരൻസിന്റെ ഈഗോയാണ് സത്യം പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കുട്ടികളെ വളർത്തുക അല്ലെങ്കിൽ അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതാ മുന്നേ പറഞ്ഞത്, കേരളത്തിൽ ഒരുപാട് ട്രെൻഡ് അപ്ഡേറ്റ് ആവുന്നുണ്ട്, പക്ഷെ വളർച്ചയില്ല, ഗ്രോത്ത് ഇല്ല. ഒരു ഗ്രോത്തും ഇല്ല. അത് ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് പോയാലും ശരി, ഗ്രോത്ത് ഇല്ല, ആരുമില്ല. ഞാൻ തന്നെ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ കൂട്ടിക്കോളൂ, നിങ്ങൾ മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എയിം എന്താണ്? നിങ്ങൾ എന്തിനാണ് ഇൻഡസ്ട്രി? ഇപ്പൊ തന്നെ മീനാക്ഷി അടുത്ത് ഞാൻ ചോദിക്കാം, മോഡലിംഗ് എന്ന് പറയുമ്പോൾ മീനാക്ഷിയുടെ മൈൻഡിൽ എന്താ? ഷോസ്. ഇതാ ഷോസ്. നിങ്ങളുടെ മൈൻഡിൽ ഷോ ആണ്. അപ്പൊ ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരോ? അതെ, അതായത് ഫ്യൂച്ചറിലേക്ക് അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പം മൂവിയിൽ പോകണോ, മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുന്നേ ഇപ്പൊ പറയണോ ഒരു പെൺകുട്ടി മോഡലാന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡിൽ എല്ലാം കിട്ടും. അതുപോലെ ഞാൻ ചോദിക്കുന്നത്, മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മീനാക്ഷിയുടെ മൈൻഡിൽ എന്താണ്? എൻ്റെ മനസ്സിൽ കൂടുതലും ഇപ്പം അതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലും, ഇപ്പോൾ മൂവി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ഷോസ് കൊണ്ട് പറ്റണം എന്ന രീതിയിൽ. ഷോയെ മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. അതാണ് ഏറ്റവും വലുത്. മോഡലിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെതായിട്ടുള്ളൊരു എൻ്റെ നോളജ് വെച്ച് ഞാൻ പറയുന്നത്, ഞാൻ എവിടെയും പോയി പഠിച്ചൊന്നുമല്ല. എൻ്റെ നോളജ് എന്ന് പറയുന്നത്, മോഡലിംഗ് എന്ന് പറയുന്നത്, മോഡലിംഗ് ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഫാഷൻ ഇല്ല. ബിക്കോസ് മോഡലിംഗ് നമുക്ക് ഇങ്ങനെ കൂട്ടാം, ഒരു ഹബ്ബായിട്ട് കൂട്ടാം. ഒരു മോഡലിനെ സപ്ലൈ ചെയ്യുന്നൊരു ഹബ്ബാണ് മോഡലിംഗ് എന്ന് കൂട്ടാം. ഒരു ഇപ്പോൾ എന്താ പറയുക, ഒരു ഡിസൈനറിൻ്റെ കോസ്റ്റ്യൂം ആവട്ടെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് ആവട്ടെ, ഫുഡ് പ്രോഡക്ട്സ് ആവട്ടെ, എന്താണെങ്കിലും ഈ ലോകത്ത് സോഷ്യൽ മീഡിയ ത്രൂ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലാതാവുന്നവരെ നമുക്ക് മോഡലിംഗ് യൂസ് ചെയ്യും. ബിക്കോസ് ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ ഞാനൊരു ഡിസൈനറാണ്, ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടു, ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനാണ് മോഡലിംഗ് യൂസ് ചെയ്യുന്നത്. അത് ഏത് രീതിയിലാന്നുള്ള കാര്യം അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റാമ്പിൽ യൂസ് ചെയ്യണോ, ഫോട്ടോഷൂട്ട് ചെയ്ത് യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ രീതിയിൽ ആഡ് ചെയ്തത് യൂസ് ചെയ്യണോ, ഇതാണ് മോഡലിംഗ്. ഇതാണ് ആക്ച്വൽ മോഡലിംഗ്. ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഉള്ള ഒരു ഹബിനെ വിളിക്കുന്ന പേരാണ് മോഡലിംഗ്. ബട്ട് ഇതാർക്കും അറിയില്ല. ഇവർക്ക് ആകെ അറിയുന്ന ഫാഷൻ ഷോ. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മൾട്ടിപ്പിൾ കാറ്റഗറീസ് എന്താണെന്നും ആ കാറ്റഗറിയിൽ ഓരോ ആളുകൾക്കും ഓരോ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നും ഇത്ര ക്രൈറ്റീരിയസ് ഉണ്ടെന്നും ആർക്കും അറിയില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ ആവാം. ഇതാണ് എൻ്റെ കൺമുന്നിൽ. ഇതാണ് ഒരു പ്രോഡക്റ്റിനെ മൾട്ടിപ്പിൾ സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മോഡലിംഗ്. അല്ലാതെ മോഡലിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ശരിയാണ്. അല്ലാതെ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലുള്ള ഷോസ് കാര്യങ്ങൾ ഒക്കെ. ഒരു പ്രോഡക്റ്റിന്, ഒരു സിനിമ, മൂവി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റോറിയെ പല ആർട്ടിസ്റ്റുകളും പല ക്യാമറ ആംഗിളുകളും അല്ലെങ്കിൽ പല ഫ്രെയിംസും എഡിറ്റിങ്ങും എല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് ഭംഗിയായിട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സിനിമ എന്ന് വിളിക്കുന്നത്. ഇതിനെ സിനിമയായിട്ട് ആളുകളിലേക്ക് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് തിയേറ്റർ. വേറൊരു കാറ്റഗറിയാണ് OTT അല്ലേ? ആ OTTക്കകത്ത് തന്നെ യൂട്യൂബ് വരാമോ, അല്ലെങ്കിൽ പറയാം നെറ്റ്ഫ്ലിക്സ് വരാം, അല്ലെങ്കിൽ ആമസോൺസ് വരാം, ഹോട്ട്സ്റ്റാർ വരാം. അപ്പം സിനിമ എന്ന് പറയുന്ന ഒരു ഹബിൽ മൾട്ടിപ്പിൾ കാറ്റഗറി. തിയേറ്റർ ഉണ്ട്, ആക്ടിങ്ങിൻ്റെ തന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റ് ഉണ്ട്, ഡ്രാമ ആർട്ടിസ്റ്റ് ഉണ്ട്, മൂവി ആർട്ടിസ്റ്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ഉണ്ട്. മനസ്സിലായോ? അപ്പം നമ്മള് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പ്രോഡക്റ്റിനെ, അത് പ്രോഡക്റ്റ് എന്തും ആവാം, ചെറിയൊരു ബ്രഷ് പോലും ആയിക്കോട്ടെ, അതൊരു മോഡലാണ്, മോഡലിംഗ് ആണ്. ഒരു എന്താ പറയുക, ഒരു ഹബ്ബാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അതാണ് എൻ്റെ കണ്ണിൽ, അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നതാണ്. പഠിക്കാൻ വേണ്ടി അവിടെ ഇല്ല. അപ്പം ഞാൻ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്, എൻ്റെ ഒരു പാൻ്റ് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ഷൂ ആണെങ്കിലും വാച്ച് ആണെങ്കിലും യൂസ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മോഡലിംഗ്. ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു മൾട്ടിപ്പിൾ യൂണിവേഴ്സ് ഉള്ളൊരു പ്ലാറ്റ്ഫോം, അതാണ് മോഡലിംഗ്. പക്ഷെ നിങ്ങൾക്ക് ഫാഷൻ ഷോ അത് അതിൽ ഒരെണ്ണം മാത്രമാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പം തെറ്റിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇതിനെ എങ്ങനെയും ഒക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ബേസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിലാകുന്ന ബേസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം പല മോഡൽസും ഒരു മൂവിയിൽ പോയിരിക്കുന്നത് പോലെ ഒരിക്കലും ഒരു ഫാഷൻ ഷോയിൽ പോയിരുന്ന് ബാക്ക് സ്റ്റേജിൽ മേക്കപ്പ് ചെയ്യാൻ ഇരിക്കുന്നതുകൊണ്ട് ചെന്നൊരു മൂവിയിലേക്കകത്തിരിക്കും. പറ്റത്തില്ല. കാരണം അവിടെയും ഇവിടെയും ഒരു മേക്കപ്പ് തന്നെ ആയിരിക്കും. എന്താ സിറ്റുവേഷൻ മാറും. അത് മൂവി, ഇത് ഷോ ആണ്. ഇവിടെ കണ്ടിന്യൂറ്റി പ്രശ്നം വരും.
ഡയലോഗ്സിന്റെ ഡെലിവറി, നമ്മൾ ആക്ഷൻ ചെയ്യുന്ന കണ്ടിന്യൂറ്റി, ഇതൊക്കെ മറ്റൊരിതൊന്നുമില്ല. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് റാമ്പിൽ വാക്ക് ചെയ്യുന്ന മോഡലും പേജിന്റെ വാക്ക് ചെയ്യുന്ന തമ്മിലുള്ള മോഡൽസിന്റെ വ്യത്യാസം ഇതൊന്നും ആർക്കും അറിയത്തില്ല. റാമ്പിൽ വാക്ക് ചെയ്യുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കുക. ഞാനിപ്പോ ഇത് ഞാൻ റൺവേ മോഡൽ ചെയ്യുന്നത്, ഞാൻ എന്റെ കോസ്റ്റ്യൂം മാത്രം ആളുകളിലേക്ക് എത്തിക്കുക. അവിടെ എനിക്ക് ചിരിക്കണ്ട, 1-2 പോസ്റ്റ് മാത്രം ചെയ്താൽ മതി. പക്ഷെ കോമ്പറ്റീഷൻസ് എന്ന് പറയുമ്പോൾ എൻ്റയർ ബോഡി നമ്മുടെ ടാലന്റ് കാണിച്ചാൽ നമുക്കിവിടെ വിൻ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫേസ് ചെയ്യണം, ഓക്കെ, റൈറ്റിംഗ്സ് ഫേസ് ചെയ്യണം, ടാലന്റ് കാണിക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ആർക്കും ഇവിടെ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അക്കാഡമി തുടങ്ങാൻ റീസൺ ഇങ്ങനെ കുറച്ചുള്ള നോളജ് കൊടുക്കുക, കേരളത്തിനെ അറ്റ്ലീസ്റ്റ് എൻ്റെ സ്റ്റേറ്റിനെങ്കിലും എനിക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സ്റ്റാർട്ടപ്പ് മിഷനാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇനി എന്തായിരിക്കും, ഇനി നമ്മൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്? വാട്ട് നെക്സ്റ്റ്? ഇപ്പം ഞാൻ ഇത്രയും നാളും ആഗ്രഹിച്ച ഒരു ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. ഇനി പറഞ്ഞ കണക്ക് ആളുകൾക്ക് ഒരു നോളജ് ഉണ്ടാക്കി കൊടുക്കാം മോഡലിങ്ങിനെ പറ്റി. എല്ലാവരും രക്ഷപ്പെടണം, ഓക്കെ. ആൻഡ് ഈ അക്കാഡമീനെ വലിയൊരു അക്കാഡമി ആക്കുക, ഓൾ ഓവർ ഇന്ത്യ അല്ലെ ഓൾ ഓവർ വേൾഡ് മോഡലിങ്ങിനെ പറ്റി പഠിക്കുന്ന ഒരു അക്കാഡമി ആക്കി മാറ്റിയെടുക്കുക. ഇൻ ബിറ്റ്വീൻ എനിക്കൊരു എൻ്റെ ഫാമിലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം എനിക്ക് ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹം. സോ മിതേര എന്ന് പറയുന്ന എൻ്റെ ഒരു ബ്രാൻഡിനെ മൾട്ടിപ്പിൾ ബിസിനസ്സിൽ കൂടെ ആക്കി വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഫേമാക്കുക, ഒരു ബിസിനസ് മാനാക്കുക, ഒരു എൻ്റർപ്രനർ ആവുക എന്നൊക്കെയാണ്. അറ്റ് ദ എൻഡ് ഒരു ആർട്ടിസ്റ്റാണ് ഏറ്റവും കൂടുതൽ, ഒരു ആക്ടറായിട്ട് അറിയപ്പെടാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഈ ഒരു എപ്പിസോഡ് കാണുമ്പം കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കണം. മോഡലിങ്ങിലേക്ക് എങ്ങനെ വരണം, ഇപ്പോൾ ഫാമിലി ആയിട്ട് വരണം എന്ന് പറയുന്നത്, ഏജൻസികളുടെ പ്രശ്നങ്ങൾ, ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ്, മെയിൽസിന് വരുന്ന ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്ക് ഒരിക്കലും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അമീൻ്റെ ആഗ്രഹമായിട്ടുള്ള ഫിലിം അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പം എന്താ പറയുക അക്കാഡമി ആയിക്കോട്ടെ, അതിൻ്റെ കൂടെയുള്ള ബാക്കി ക്ലോത്തിങ് സ്റ്റോർ, എല്ലാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.